الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, നമ്മൾ സൂറത്തുൽ അസ്റാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. അടുത്ത സൂറത്തു അൽ ഹുമസ. ഇവിടുന്ന് അങ്ങോട്ട് 4 സൂറത്തുകൾ: സൂറത്തുൽ ഹുമസ, സൂറത്തുൽ ഫീൽ, സൂറത്ത് ഖുറൈശ്, സൂറത്തുൽ മാഊൻ. ഇതിലൊക്കെ അതുപോലെ അതിനുശേഷമുള്ള സൂറത്തുകളും സൂറത്തുൽ കൗസറിലും സൂറത്തുൽ കാഫിറൂനിലും ഒക്കെ മക്ക മുശ്രിക്കുകളുടെ ചില സ്വഭാവങ്ങളും അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളും സംഭവങ്ങളുമൊക്കെയാണ് വിശദീകരിക്കുന്നത്. അതിൽ 4 സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വായിക്കാം. ഒന്നാമത്തേത് സൂറത്തുൽ ഹുമസ. ഈ സൂറത്ത് മക്കിയാണ്, മക്കയിൽ അവതരിച്ചതാണ്. ഇതിൻ്റെ പ്രധാന വിഷയം, മുഖ്യ വിഷയം എന്താണ്? മുശ്രിക്കുകളുടെ ചില സ്വഭാവങ്ങളാണ് ഇതിൽ പറയുന്നത്. ഹുമസ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? വൈലുൻ ലിക്കുല്ലി ഹുമസത്തിൻ ലുമസ എന്നുള്ള 1-ാമത്തെ ആയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ പേര്, സൂറത്തിൻ്റെ പേര്. ഹുമസ, ലുമസ, ഈ 2 വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, തഫ്സീറുകൾ കാണാം. ഹുമസ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇല്ലാത്ത സമയത്ത് അയാളെ ആക്ഷേപിക്കുന്നതാണ്, ഗീബത്ത്. ആളില്ലാത്ത സമയത്ത് അയാളുടെ കുറവുകൾ പറയുന്നതാണ്. ലുമസ എന്ന് പറഞ്ഞാൽ ആൾ ഉള്ള സമയത്ത് അയാളുടെ മുഖത്ത് നോക്കി അയാളെ കുറ്റം പറയുന്നതാണ് എന്നൊരഭിപ്രായം. ഇതിൻ്റെ നേരെ വിപരീതം ചില മുഫസ്സിരീങ്ങൾ, ചില സലഫുകൾ തന്നെ നേരെ വിപരീതം പറഞ്ഞിട്ടുണ്ട്. ലുമസ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ പറയുന്നതാണ്. ഹുമസ എന്ന് പറയുന്നത് ലുമസ ആളില്ലാത്ത സമയത്ത്, ഹുമസ ആളുടെ മുന്നിൽ വെച്ച് പറയുന്നതാണ്. ഇങ്ങനെ 2 അഭിപ്രായങ്ങൾ. പിന്നെ മറ്റൊരു അഭിപ്രായം, ഹുമസ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ഒരാൾ ആക്ഷേപിക്കുന്നതാണ്. ലുമസ എന്ന് പറഞ്ഞാൽ ആംഗ്യം കൊണ്ട് കളിയാക്കുന്നതാണ്. നേരെ തിരിച്ച്, ഹുമസ എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിക്കുന്നതാണ്, ലുമസ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ആക്ഷേപിക്കുന്നതാണ്. അങ്ങനെ 4 അഭിപ്രായങ്ങളുണ്ട്. റാസി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഏതായാലും ഇതെല്ലാം ഒരേ ആശയം തന്നെയാണ്. എന്താണ്? ആൾക്കാരെ കുറ്റം പറയുക, അവരുടെ മോശമായ ഗുണങ്ങൾ, ചീത്ത ഗുണങ്ങൾ എടുത്ത് പറയുക, ആക്ഷേപിക്കുക. ഇതാണ്. ആംഗ്യം കൊണ്ടായാലും വാക്കുകൊണ്ടായാലും അവരുടെ മുന്നിൽ വെച്ചായാലും അവരില്ലാത്ത സമയത്തായാലും എല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് ഈ 2 വാക്കുകൾ കൊണ്ട്. വൈലുൻ ലിക്കുല്ലി ഹുമസത്തിൻ ലുമസ. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, മറ്റുള്ളവരെ കുറ്റം പറയുക, ആക്ഷേപിക്കുക, ഗീബത്ത് പറയുക, അത്തരം ആളുകൾ അവർക്ക് വൈലുൻ, വൈൽ എന്ന് പറഞ്ഞാൽ നാശം, ഹലാക്ക്, അവർ നശിച്ചു പോകട്ടെ, അവർ നശിക്കും എന്ന് അല്ലാഹു തആല പറയുകയാണ്. ചില തഫ്സീറുകളിൽ മുൻഗാമികൾ പറഞ്ഞത് കാണാം, വൈൽ എന്ന് പറഞ്ഞാൽ വാദിൻ ഫി ജഹന്നം, നരകത്തിലെ ഒരു താഴ്വരയാണ്. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വൈലുൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നരകത്തിലെ ഒരു താഴ്വര എന്നല്ല. നേരെമറിച്ച് ഈ സ്വഭാവം കാണിക്കുന്ന ആളുകൾക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന നാശത്തിൻ്റെ ഭാഗമായി അവർ നരകത്തിൽ മറ്റ് സ്ഥലങ്ങളെക്കാൾ കടുത്ത ശിക്ഷയുള്ള ഒരു സ്ഥലത്ത് അവർ ശിക്ഷിക്കപ്പെടും എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണും. റാഗിബ് അൽ അസ്ഫഹാനി റഹിമഹുല്ലാ ഖുർആനിലെ പദങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള, കിതാബ് എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് കാണാം. ഭാഷയിൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് കടുത്ത ശിക്ഷ, ഏറ്റവും വലിയ ഹലാക്ക് നരകത്തിൽ എവിടെയാണ് എന്നർത്ഥത്തിൽ വൈലുൻ എന്നൊരു താഴ്വരയെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉദ്ദേശം. വൈലുൻ ലിക്കുല്ലി ഹുമസത്തിൻ ലുമസ. ഇങ്ങനെയുള്ള ആളുകളെ ആക്ഷേപിക്കുന്ന, കുറ്റം പറയുന്ന, ഗീബത്ത് പറയുന്ന ആളുകൾക്ക് നാശം. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അവർ അടുത്തതായി ചെയ്യുന്നത്, അവരുടെ മറ്റൊരു സ്വഭാവം, ജമഅ മാലൻ, സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നു, വഅദ്ദദ, എന്നിട്ടത് എണ്ണി നോക്കുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? എണ്ണി നോക്കുന്നത് എന്തിനാണ്? കുറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ. അഥവാ പിശുക്കന്മാരാണ്. അവർ ചിലവഴിക്കുകയില്ല. ഒരു ചെറിയ തുക പോലും കുറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം പിശുക്കാണ് ഉദ്ദേശിക്കുന്നത്. അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അല്ലാഹു മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അവർ പിശുക്ക് കാണിക്കും, മറ്റുള്ളവരോടും പിശുക്കാൻ വേണ്ടി ഉപദേശിക്കും. അള്ളാഹു അവർക്ക് നൽകിയ അവൻ്റെ ഔദാര്യം, ഫദ്ൽ, അതവർ മറച്ചു വെക്കും. അത്തരം ആളുകളെക്കുറിച്ചാണ്
ഈ പറയുന്നത്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. മുമ്പും ഇങ്ങനെയുള്ള സ്വഭാവത്തെക്കുറിച്ച് സൂറത്തുകളിൽ ജുസ് അമ്മയിലെ പല സൂറത്തുകളിലും കണ്ടിട്ടുണ്ട് നമ്മൾ. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അതുപോലെ തന്നെ വേറെ എവിടെയാണ്? വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. മനുഷ്യൻ്റെ സ്വഭാവമാണ്. പക്ഷേ ആ സ്വഭാവം മുശ്രിക്കുകൾ എന്ത് ചെയ്യും? അവർക്കത് കൂടുതലായിരിക്കും. അവരാ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കും. അതിനെ മറികടന്നുകൊണ്ട് സ്വതക്ക ചെയ്യുകയില്ല. മനുഷ്യൻ്റെ ഉള്ളിലുള്ള പ്രകൃതിയുള്ള സ്വഭാവമാണ് പണത്തോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ മുഅ്മിൻ എന്ത് ചെയ്യും? അവൻ്റെ പ്രകൃതിപരമായ ഇഷ്ടങ്ങളെക്കാൾ വലുത് ദീനാണ്. അല്ലേ? നമുക്ക് മനുഷ്യനെന്ന നിലക്ക് പലതിനോടും ആഗ്രഹങ്ങളുണ്ടാകും. പക്ഷെ അതിനെ നിയന്ത്രിച്ച് മറികടന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. എന്നാൽ മുനാഫിക്കുകളും കാഫിറുകളും അവർക്ക് ഈമാൻ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകും. അതിൽപ്പെട്ടതാണ് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. യഹ്സബു, അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു അഖ്ലദ, അവൻ്റെ പണം അവനെ ശാശ്വതനാക്കി അല്ലെങ്കിൽ ശാശ്വതനാക്കും എന്നവൻ വിചാരിക്കുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പിശുക്കനായിട്ടുള്ള കാഫിർ അവൻ അങ്ങനെ പിശുക്ക് കാണിച്ച് സമ്പത്ത് കുന്നുകൂട്ടി ഇങ്ങനെ ചിലവഴിക്കാതെ വെച്ചാൽ ശാശ്വതനായി ജീവിക്കാം എന്നവൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇഷ്കാലില്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, കുറേ പണമുണ്ട് എന്നുള്ളത് കൊണ്ട് ശാശ്വതരാവില്ല എന്നുള്ളത്. മരണം എല്ലാവർക്കും ഉള്ളതാണെന്ന് എല്ലാ മനുഷ്യർക്കും അറിയുന്നതല്ലേ. അപ്പം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ബുദ്ധിയുള്ള ഏത് മനുഷ്യനും അറിയാം ഒരു ദിവസം മരിക്കും. മനുഷ്യന്മാർക്ക് തർക്കമില്ലാത്ത അപൂർവം വിഷയങ്ങളിലൊരു വിഷയമാണ് അതിൽ എല്ലാവരും മരിക്കാനുള്ളതാണെന്നുള്ളത്. പിന്നെന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? കാലകാലം ആരും ജീവിക്കൂലല്ലോ. അവരങ്ങനെ ശരിക്കും വിചാരിച്ചിട്ടുണ്ടോ കുറേ പണം ഉണ്ടെങ്കിൽ നമുക്ക് മരണമില്ലാതെ ഇവിടെ ശാശ്വതരാവാമെന്ന് മക്ക മുശ്രിക്കുകൾ വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്താണ് ഇവിടെ പറയുന്നത്? ഖുർആനിൽ പറഞ്ഞത് ശരിയല്ലേ? അവരങ്ങനെ വിചാരിച്ചു എന്നാണ് അള്ളാഹ് പറയുന്നത്. യഹ്സബു അന്ന മാലഹു അഖ്ലദ, തൻ്റെ ഈ പണം കൊന്നുകൂട്ടി വെച്ച് ഈ പണം തന്നെ ശാശ്വതനാക്കും എന്നവർ വിചാരിക്കുന്നു എന്ന് അള്ളാഹു പറയാണ്. അങ്ങനെ വിചാരിച്ചതുപോലെയാണ് അവരുടെ പെരുമാറ്റം. അതൊരു അഭിപ്രായം, അത് ശരിയാണ്. അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായമുള്ളത് അവരുടെ സൽകീർത്തി, മരണശേഷം വലിയ പണക്കാരനായിരുന്നു എന്ന് ആൾക്കാർ പറയും. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ രണ്ടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ബിജസദിഹി വദിക്രിഹി, തൻ്റെ ശരീരം കൊണ്ട് തന്നെ ശാശ്വതരാകും എന്നത് അവരുടെ ഭാവമാണ്. ആ രീതിയിലാണ് അവരുടെ പ്രവൃത്തി. പക്ഷെ അത് ശരിക്കും വിചാരിക്കുന്നില്ല. ശരീരം ബാക്കിയാവുന്ന ആരും വിശ്വസിക്കുന്നില്ല മനുഷ്യന്മാർ. വദിക്രിഹി, അവൻ്റെ പ്രശസ്തി, അല്ലാതെ വലിയ പണക്കാരനായിരുന്നു, വലിയൊരു കൊട്ടാരം ഉണ്ടാക്കിയത് അവനുണ്ടാക്കിയതാണ് എന്ന് എല്ലാ കാലവും ആളുകൾ പറയും. അപ്പോൾ ശാശ്വതനായതുപോലെ തന്നെയാണ് എന്ന് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. രണ്ടും ശരിയാണ്. പക്ഷേ രണ്ടും രണ്ട് തെറ്റിദ്ധാരണകളാണ്. രണ്ടും ശരിയാണെന്ന് ഉദ്ദേശിച്ചത് രണ്ടും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ രണ്ട് വിശ്വാസവും തെറ്റാണ്. കാരണം എന്താണ്? ശരീരം ബാക്കിയാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ പ്രശസ്തിയോ, കുറേ പണമുണ്ടാക്കി എന്നുള്ളത് കൊണ്ട് ആളുകൾ ഒരാൾ ഓർക്കുമോ? ഒരിക്കലുമില്ല. വളരെ കുറച്ച് കാലം ഓർക്കും. നമ്മളുണ്ടാക്കുന്ന കെട്ടിടത്തിൻ്റെ ആയുസ് എത്രയാണ്? 50 വർഷം, 100 വർഷം, 150 വർഷം. അതിനുശേഷം ഒരു കെട്ടിടവും ബാക്കി ഉണ്ടാവില്ല. വളരെ അപൂർവം മാത്രമായിരിക്കും. ഇനി അങ്ങനെ വല്ലതുണ്ടെങ്കിൽ തന്നെ അതുണ്ടാക്കിയവന് ആൾക്കാർ ഓർക്കൊന്നുമില്ല. പേര് പറയും, പക്ഷേ അയാളെക്കുറിച്ച് സ്നേഹമോ ബഹുമാനമോ ഒക്കെ വളരെ അപൂർവമായിരിക്കും, അത്യപൂർവങ്ങളായിരിക്കും. അപ്പോൾ ഈ രണ്ട് ധാരണകളും തെറ്റാണ്. ജാഹിലിയ കാലത്തുള്ള ആളുകൾ, കുഫാറുകൾ പോലും മരണശേഷം തനിക്ക് നല്ലൊരു പേരുണ്ടാക്കണമെന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് ആളുകൾ ചുരുങ്ങി ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. അപ്പം ഉള്ള സുഖങ്ങൾ എന്നതിലേക്ക് പരിമിതമായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആൾക്കാർ ചിന്തിക്കാറില്ല. പണ്ട് കാലത്തൊക്കെയുള്ള ആൾക്കാർ തൻ്റെ കാലശേഷവും തനിക്കൊരു നല്ല പേരുണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇന്ന് ചിലപ്പോൾ ആൾക്കാർ അത്ര ഇത് മനസ്സിലാക്കില്ല. പിന്നെ പണ്ട് കാലത്ത് വലിയ കെട്ടിടങ്ങൾ, കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്കറിയാം അവർ ഒരിക്കലും ഇത് അനുഭവിക്കാൻ പോകുന്നില്ല എന്നാൽ. ഒരു രാജാവ് 70-80 വയസ്സായി കഴിഞ്ഞിട്ടായിരിക്കും വലിയൊരു കൊട്ടാരം ഉണ്ടാക്കുന്നത്. എന്തിനാണ്? അയാൾക്കറിയാം മരണം അടുത്താണ്. പക്ഷേ തലമുറകളോളം ഓർക്കപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴുണ്ട്, മുമ്പ് കൂടുതലായിരുന്നു. അപ്പോൾ ഈ രണ്ടും തെറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ കുറേ പണം സമ്പാദിച്ച സമ്പന്നന്മാരായി അറിയപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള എത്ര ആളുകൾ നമ്മൾ ഓർക്കുന്നുണ്ട്? അതായത് പണ്ട് കാലത്ത് സമ്പന്നന്മാരായിട്ടുള്ള എത്ര ആളുകൾ നമ്മൾ ഓർക്കുന്നുണ്ട്? അപൂർവമായിട്ട് ചില രാജാക്കന്മാരെ, താജ്മഹൽ ഉണ്ടാക്കിയതിൻ്റെ ആളാണ്, അങ്ങനെ കുറച്ച് ആൾക്കാർ ഉണ്ടാവും.
അതിൻ്റെ പേരൊന്നും അറിയില്ല അധികം ആളുകൾക്ക്, വളരെ കുറവായിരിക്കും. വിരലെണ്ണാവും, അതിൽ 10 പേരെ നമുക്ക് അറിയുന്നുണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിന് അറിയപ്പെടുക ആരാണ്? എൽമുള്ള ആളുകൾ അല്ലേ? ആയിരക്കണക്കിന് ആളുകളെ നമുക്കറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. എൽമുള്ള ആളുകളെ, ദീനുള്ള ആളുകളെ, 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആൾ അറിയാമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയാൽ സഹാബത്തിൻ്റെ പേരുകൾ, താബിയങ്ങളുടെ പേരുകൾ, മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ പേരുകൾ, അതിനുശേഷം വന്ന പണ്ഡിതന്മാരുടെ പേരുകൾ എല്ലാവർക്കും അറിയും. 1000 പേരെ സുഖമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ 1000 പണക്കാരെ നമുക്കറിയില്ല. അപ്പോൾ ശരിക്ക് ഒരാളുടെ പ്രശസ്തി എന്ന് പറയുന്നത് ദീന് കൊണ്ടാണ് ഉണ്ടാവുക. പക്ഷെ മുശ്രിക്കുകൾ അവർക്ക് ദീനില്ലാത്തത് കൊണ്ട് അവർ ഇത്തരം കാര്യങ്ങളിലാണ് അങ്ങനെ ഒരു പ്രശസ്തിയും സൽകീർത്തിയും ഉണ്ടാവുക എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ല, അല്ലാഹു തആല പറയാണ്, ഇല്ല, അങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ല. ലയുംബദന്ന ഫിൽ ഹുത്വമ. കല്ല എന്നുള്ളത് രണ്ടർത്ഥത്തിലുമാകാം. നമ്മൾ പറഞ്ഞു കല്ല എന്നുള്ളത് രണ്ടർത്ഥത്തിൽ വരും. ഒന്ന് എന്താണ്? ഇബ്താൽ, ആ വാദം തെറ്റാണെന്ന് പറയാൻ വേണ്ടി. രണ്ടാമത്തേത് റദ്ഇയ്യ, താക്കീതിന് വേണ്ടി. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, സംഭവം നടന്നാലും അതല്ല വലിയ കാര്യം എന്ന രീതിയിൽ താക്കീതിൻ്റെ അർത്ഥത്തിൽ. ലയുംബദന്ന ഫിൽ ഹുതമ, അവൻ ഹുതമയിൽ വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. എന്താണ് ഹുതമ എന്ന് പറഞ്ഞാൽ? ഹതമ എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിച്ചു എന്നാണ് അർത്ഥം. ഹതമ, നമ്മൾ കുറേ വൈക്കോലൊക്കെ കൂട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കറികളൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി ചാടിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഹത്തമ എന്ന് പറഞ്ഞത്, ചവിട്ടി മതിക്കുക. നരകത്തിൻ്റെ ഒരു പേരാണ് ഹത്തമ എന്നുള്ളത്. കാരണം എന്താ? നരകത്തിലിട്ടുന്ന ആളുകളെ നരകം അങ്ങനെയാക്കും, നശിപ്പിക്കും. ലയുംബദന്ന ഫിൽ ഹുതമ, ഇങ്ങനെയുള്ള ഈ മുശ്രിക്കുകൾ അവർ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും, വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. നബദ എന്നുള്ള വാക്കാണ്. നബദ എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുക എന്നാണ് അർത്ഥം. അപ്പം നരകത്തിലേക്ക് യാതൊരു ബഹുമാനവും ഇല്ലാതെയാണ് ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. വളരെ ആദരിച്ചിട്ടോ അല്ലെങ്കിൽ കരുണയോടെയൊന്നുമല്ല. അല്ല, ദുനിയാവിൽ ഇപ്പോൾ ശിക്ഷകൾ നടപ്പിലാക്കുമ്പോൾ പോലും ഒരാളെ തലവിട്ടാണെങ്കിൽ പോലും നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്, ഏത് രാജ്യങ്ങളിലാണെങ്കിലും. പക്ഷെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് അപമാനിച്ചുകൊണ്ടാണ്. ലയുംബദന്ന ഫിൽ ഹുതമ, നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുക തന്നെ ചെയ്യും. ഖുർആനിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ്? ബഖറയിൽ. നബദൂഹു വറാഅ ദുഹൂരിഹിം. ബനു ഇസ്രായേൽ അഹ്ലുൽ കിതാബ് അവർക്ക് കിട്ടിയ കിതാബ് അവരുടെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു, അഥവാ അതവർ പിന്തുടർന്നില്ല. അതിലെ കൽപ്പനകൾ അവർ പാലിച്ചില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ബിശാറത്ത്, സന്തോഷവാർത്ത അറിയിച്ച ആയത്തുകൾ, അതൊക്കെ അവർ ഉപേക്ഷിച്ചു എന്നർത്ഥം. ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ. ഈ ഹുതമ എന്ന് പറയുന്നത് എന്താണ് എന്ന് നിനക്കറിയാമോ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യത്തിൻ്റെ ഗൗരവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഖുർആനിൽ ഉപയോഗിക്കുന്നത്. വമാ അദ്റാക മൽ ഹുതമ. ഹുതമ എന്ന് പറയുന്ന ഈ നരകം അതെന്താണ്? നാറുല്ലാഹിൽ മൂഖദ. നാറുല്ലാഹ്, അള്ളാഹുവിൻ്റെ തീയാകുന്നു, അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള നരകമാകുന്നു. അൽ മൂഖദ, കത്തിക്കപ്പെട്ട. നാറ് എന്ന് പറഞ്ഞാൽ തീ എന്നർത്ഥം. നാറുൻ മൂഖദ എന്ന് പറഞ്ഞാൽ കത്തിക്കപ്പെട്ട തീ. അപ്പോൾ അള്ളാഹു തആല കത്തിച്ച് വെച്ച, അവൻ ഒരുക്കി വെച്ച തീയാകുന്നു ഈ ഹുതമ അഥവാ നരകം എന്ന് പറയുന്നത്. ഇപ്പോൾ നരകം ഇപ്പോൾ നിലവിലുണ്ട്, അതാണ് ശരിയായ വിശ്വാസം. നരകം എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിന് ശേഷം അള്ളാഹു ഉണ്ടാക്കുന്നതല്ല. വൽ ജന്നത്തു വന്നാറു മഖ്ലൂഖത്താൻ, സ്വർഗവും നരകവും നിലവിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ലാ തഫ്നയാനി വലാ തബീദാൻ, അതൊരിക്കലും അവസാനിക്കുകയുമില്ല. ഇത് രണ്ടും അള്ളാഹു തആല മുമ്പേ സൃഷ്ടിച്ചതാണ്, ഒരിക്കലും അവസാനിക്കാത്തതുമാണ്. നാറുല്ലാഹി അൽ മൂഖദ അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ. ഈ നരകം അത് എത്തി നോക്കും. ഇത്തല എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക, അത് എത്തിച്ചേരും. എവിടെ? അലൽ അഫ്ഇദ. ഫുആദ് എന്ന് പറഞ്ഞാൽ കൽബ്, കൽബിലതെത്തും എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ തീയിൻ്റെ ശക്തി കൊണ്ട്. അല്ല, ദുനിയാവിലെ തീ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നാറുക്കും അല്ലത്തി തൂഖിദൂൻ ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങൾ കത്തിക്കുന്ന തീ നരകത്തീൻ്റെ 70 അംശം മാത്രമാണ്. ഇപ്പോൾ ദുനിയാവിലെ തീ കൊണ്ട് കത്തിയാൽ നമ്മുടെ തൊലി കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ തൊലി കരിഞ്ഞ് ഇറച്ചി കുറച്ച് കരിയും. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് അപൂർവമാണ്. അത്രയും കടുത്ത തീ പൊള്ളലേറ്റാലേ സംഭവിക്കുകയുള്ളൂ. എന്നാൽ നരകത്തിലെത്തി അത് തത്വലി അഫിദ, കൽബിലെത്തും. എൻ്റെ മാംസവും അസ്ഥികളൊക്കെ കഴിഞ്ഞ് കൽബിലെത്തും നരകത്തിൻ്റെ തീ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലദി തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹ അലൈഹിം മുഅ്സദ. ഈ തീ അതിൻ്റെ മറ്റൊരു പ്രത്യേകത മുഅ്സദ. മുഅ്സദ എന്ന് പറഞ്ഞാൽ മുഗ്ലഖ, അത് പൂട്ടിയിട്ടതാണ്. അലൈഹിം, അവരുടെ മേൽ, അഥവാ അവരെ നരകത്തിലിട്ടിട്ട് ആ നരകം പൂട്ടിയിരിക്കുകയാണ്. അതാണ് നരകത്തിൻ്റെ അവസ്ഥ. ഫി അമദിൻ മുമദ്ദദ. മുമദ്ദദ എന്ന് പറഞ്ഞാൽ നീണ്ടത്, നീട്ടപ്പെട്ടത്. എന്താ നീണ്ടത് എന്ന് പറഞ്ഞാൽ? അഫൻ ഫി അമദിൻ മുമദ്ദദ, നീണ്ട. എന്താണ് നീണ്ട? തൂണുകൾ. അമൂദ് എന്ന് പറഞ്ഞാൽ തൂണ്.
അപ്പോൾ നീണ്ട തൂണുകളിൽ ബന്ധിക്കപ്പെട്ടതാണ് ഈ നരകം. മദ് നമ്മൾ പറയുന്നത് ഖുറാനിൽ നീട്ടാനല്ലേ മദ്. അപ്പോൾ മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടി, മുമദ്ദത എന്ന് പറഞ്ഞാൽ നീട്ടപ്പെട്ട, അഥവാ വളരെ നീട്ടിയ അവസ്ഥയിൽ ഉണ്ടാക്കിയിട്ടുള്ള തൂണുകളിലാണ് ഈ നരകം ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ആയത്ത് ഞാൻ കുറേ കാലം ഇതിൻ്റെ തഫ്സീർ അന്വേഷിച്ചിട്ട് മനസ്സിലായിട്ടില്ല, അതായത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമായിട്ട്. പക്ഷെ അൽഹംദുലില്ലാഹ് ഈ അടുത്താണ് അത് മനസ്സിലായത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫി അമദി മുമദ്ദദ എന്ന് പറഞ്ഞാൽ തൂണിൽ ബന്ധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ മലയാളത്തിലെ പരിഭാഷ വായിച്ചാലും വേറെ ഏതെങ്കിലും ഭാഷയിൽ ട്രാൻസ്ലേഷൻ വായിച്ചാലും തഫ്സീറുകളിലൊക്കെ ഈ അർത്ഥമാണുള്ളത്, തൂണുകളിൽ ബന്ധിക്കപ്പെട്ടത്. അതിനെ കുറച്ച് വിശദീകരിച്ച് അതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, തൂണുകളിൽ ബന്ധിക്കപ്പെട്ട നരകം. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? എൻ്റെ പ്രശ്നമാണോ എന്ന് അറിയണമല്ല, എനിക്ക് അത് കേട്ടിട്ടൊന്നും മനസ്സിലായിരുന്നില്ല. എന്താണ് തൂണുകൾ ബന്ധിക്കപ്പെട്ട നരകം എന്ന് പറഞ്ഞാൽ? അല്ല, നിങ്ങൾ പരിഭാഷ വായിച്ചിട്ടില്ലേ ഈ സൂറത്തിൻ്റെ? എല്ലാവരും വായിച്ചിട്ടുണ്ടോ? മദ്രസയിലൊക്കെ പഠിക്കുന്ന സൂറത്തല്ലേ? തൂണുകളിൽ ബന്ധിക്കപ്പെട്ട നരകം എന്ന് പറഞ്ഞാൽ എന്താ? കവാടത്തിൽ തൂണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കയറി ചെന്ന സ്ഥലത്ത് തൂണുണ്ടാവുന്ന? ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലർക്ക് വലിയ പ്രശ്നമായിരിക്കും, ബാക്കിയുള്ളവർക്ക് വളരെ സിമ്പിളായിരിക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് മനസ്സിലായത് ചില തഫ്സീറുകളിൽ നിന്ന് കണ്ടത് രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ തൂണെന്ന് പറയുന്നത് നരകത്തെ ബന്ധിച്ചു എന്നല്ല. ഫി അമദിൻ എന്ന് പറയുന്നത് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് അലൈഹിം എന്നുള്ള ഹും എന്നതിലേക്കാണ്. അവരെ തൂണുകൾ ബന്ധിച്ചുകൊണ്ട്, അഥവാ തൂണ് പോലെ ഉള്ള വസ്തുവിൻ്റെ ഉള്ളിൽ നമ്മൾ പൈപ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള, അതായത് നരകം വിശാലമാണ്, വലുതാണ്. പക്ഷേ അതിൽ ഓരോരുത്തരും ഒരു തൂണിൻ്റെ ഉള്ളിലായിരിക്കും, ഒരു തൂണിൻ്റെ ഷേപ്പിലുള്ള ഉള്ളിൽ പൊള്ളയായിട്ടുള്ള തൂണുകളുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടാവും. അവർ ഞെരുക്കിയ അവസ്ഥയിലായിരിക്കും. നരകം ഞെരുങ്ങിയതാണെന്നുള്ള ആയത്തുകളുണ്ട്, അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഞെരുങ്ങിയതായിരിക്കും. സൂറത്ത് ഫുർഖാനിൽ ഒരായത്തുണ്ടല്ലോ, വൈദ ഉൽഖു മിൻഹ മകാനൻ ദയ്യഖൻ മുഖറനീന. ഓരോ വ്യക്തിക്കും നരകം ഞെരുങ്ങിയ അവസ്ഥയിലായിരിക്കും, അത് ഈ തൂണിൻ്റെ ഉള്ളിലാണ് എന്ന്. മറ്റൊരു അഭിപ്രായം, കെട്ടിടങ്ങളൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ട് സാധാരണ വാതിലും പൂട്ടാനുള്ള സംവിധാനങ്ങളുണ്ടാവുമല്ലോ, അതിന് കാണികളുണ്ടാവും. വാതിലിൻ്റെ കാണി, ലോക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് പിന്നെ തൂണ് പോലെ അത്രയും വലുതായിരിക്കും, അത്രയും ശക്തമായി ബന്ധിക്കപ്പെട്ടതായിരിക്കും. അവിടെ നരകത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് തഫ്സീറുകളുണ്ട്, രണ്ടും ശരിയാണ്. അല്ലാഹു അലം. അപ്പോൾ ഇത്രയാണ് ഈ സൂറത്തിൻ്റെ ആശയം. ഈ സൂറത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അത് മുശ്രിക്കുകളുടെ ഒരു സ്വഭാവമാണ്. ഈ സൂറത്തുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ മുശ്രിക്കുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുശ്രിക്കുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് മറ്റുള്ളവരെ ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, അവരുടെ അഭിമാനം വ്രണപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒരാളുടെ സമ്പത്തും അഭിമാനവും രണ്ടും വിലപ്പെട്ടതാണ്. അല്ല, നമ്മൾ അഭിമാനത്തിൻ്റെ കാര്യം ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അല്ല, സമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരാളൊരു 50 പൈസ നമ്മുടെ പോക്കറ്റിലായിട്ടുണ്ടെങ്കിൽ വളരെ വിഷമമായിരിക്കും നമുക്ക്, അത് തിരിച്ചു കൊടുക്കാതെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. പക്ഷെ അഭിമാനം നമ്മളത്ര കാര്യമാക്കില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഏതാ വലുത്? അഭിമാനമാണ് വലുത്. അല്ലെങ്കിൽ നമ്മളൊരാളൊരു 10 രൂപ പറ്റിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ചീത്ത പറഞ്ഞാലോ നമ്മളത് മറക്കൂല. അപ്പോൾ അഭിമാനത്തിൻ്റെ കാര്യം സൂക്ഷിക്കണം. ഖുർആനിൽ വൈലുൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന 2 സൂറത്തുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇതും, ഒന്ന് മുത്തഫിഫീൻ, വൈലുല്ലിൽ മുത്തഫിഫീൻ. അവിടെ ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? എന്തുകൊണ്ടാണ് ഈ 2 സൂറത്തിൻ്റെയും തുടക്കത്തിൽ വൈലു എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം? അവിടെ സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. മുത്തഫിഫീൻ എന്ന് പറഞ്ഞാൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ. അവരെന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കുകയാണ്. ഇവിടെ മറ്റുള്ളവരുടെ അഭിമാനം അപഹരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും പ്രശ്നമാണ് എന്നുള്ളതാണ്. ഇതിലേതിലാണ് കൂടുതൽ കടുത്ത ശിക്ഷയെക്കുറിച്ചൊക്കെ പറയുന്നത്? ഇവിടെയാണ്. ബാക്കി ആയത്തൊക്കെ ശിക്ഷയെക്കുറിച്ചാണ്. ഹുത്തമ, മുഅ്സദ, അമദിൻ മുമദ്ദദ, അവിടെ അത്രക്ക് പറഞ്ഞിട്ടില്ല വിശദീകരിച്ചിട്ട്. അപ്പോൾ അഭിമാനം വ്രണപ്പെടുത്തുന്നതാണ് കൂടുതൽ അപകടം. അടുത്ത സൂറത്തുൽ ഫീൽ. ഈ സൂറത്തിനെ കുറിച്ച്, ഈ സൂറത്തിൻ്റെ മഖ്സദ്, ഇതിൻ്റെ ലക്ഷ്യം, അതുപോലെ ഇതിൻ്റെ വിഷയം എന്താണ്? വഖഅത്തുൽ ഫീൽ, അല്ലെ ആന സംഭവം എന്ന് അറിയപ്പെടുന്ന സംഭവം എന്തായിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷമാണ് ആമുൽ ഫീൽ, ആനയുടെ വർഷം എന്നറിയപ്പെടുന്ന വർഷം. അറബികൾ അങ്ങനെയായിരുന്നു വർഷത്തിൻ്റെയൊക്കെ കണക്ക് പറഞ്ഞത്. പിന്നെ സംഭവം നടന്ന വർഷം ആമുൽ ഫീൽ, ആമു അത്, ആമു ഇത് എന്നായിരുന്നു അവരുടെ രീതി. കാരണം വർഷം കണക്കാക്കുന്നൊരു സംവിധാനം അറബികൾക്ക് ഉണ്ടായിരുന്നില്ല. അത്
തുടങ്ങുന്നത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ്. സഹാബത്തൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ചർച്ച ചെയ്ത് അവർ ഹിജ്റ മുതൽ ഹിജ്റ 1, 2 എന്നുള്ളത് എന്നാ തീരുമാനിക്കുന്നത്? ഹിജ്റ പോയ അന്നല്ല, അത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് ഹിജ്റ 1, 2 എന്നുള്ള വർഷ സമ്പ്രദായം തുടങ്ങുന്നത്. മാസങ്ങളുണ്ട്, മാസങ്ങൾ ജാഹിലിയ കാലത്തേ ഉണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ യൗമ ഖലഖ സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിച്ച് അന്ന് മുതലേ അള്ളാഹ് മാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മുഹറം, സഫർ, ഈ 12 മാസങ്ങളുണ്ട്. പക്ഷെ വർഷം കണക്കാക്കുന്ന സമ്പ്രദായം തുടങ്ങുന്നത്, ഈ ഹിജ്റ വർഷം തുടങ്ങുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത്. അപ്പോൾ അങ്ങനെ അറബികൾക്കിടയിൽ അറിയപ്പെട്ടൊരു വർഷമാണ് ആമുൽ ഫീൽ. എന്താണ് ഈ ആമുൽ ഫീൽ എന്ന് പറയുന്നത്? മക്കയിൽ കഅബ പൊളിക്കാൻ വേണ്ടി ഒരു സൈന്യം വരികയും അതിനെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തതാണ് ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളായിട്ട് നടന്ന സംഭവങ്ങളിൽപ്പെട്ട ഒരു സംഭവമാണിത്, ഈ ഹാദിസത്തുൽ ഫീൽ അല്ലെങ്കിൽ വഖഅത്തുൽ ഫീൽ എന്ന് പറയുന്ന സംഭവം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷമാണ് ജനിക്കുന്നത്. അപ്പോൾ മക്കയിലെ ഹറം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അല്ലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച അന ദഅവത്തു അബി ഇബ്രാഹിം, എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ ദുആയാണ് ഞാൻ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആയുടെ ഫലമായി മക്കയിലേക്ക് വരികയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൻ്റെ പ്രധാന അഭിസംബോധിതരാണ് മക്കക്കാരാണ്. അപ്പോൾ മക്കയിൽ തൗഹീദ് സ്ഥാപിക്കുകയും കഅബ ശുദ്ധീകരിക്കുകയും ഒക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിക്കൊണ്ട് കുറേ സൂചനകൾ നടന്നിട്ടുണ്ട്, കുറേ സംഭവങ്ങൾ, ചില സ്വപ്നങ്ങൾ, കാര്യങ്ങളൊക്കെ. അതിൽപ്പെട്ടതാണ് ഈ സംഭവം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ, സീറ പഠിക്കാൻ ഏറ്റവും നല്ല സ്രോതസ്സ് എന്ന് പറയുന്നത് ഖുർആനാണ്. അല്ലെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഖുർആനിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഖുർആനിൽ തന്നെ ഉണ്ട്. അപ്പോൾ സീറ പഠിക്കുമ്പോൾ ഖുർആനിൽ വന്ന സംഭവങ്ങൾ കൂടുതൽ പരിഗണിക്കുക. കാരണം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് ഗുണപാഠങ്ങളുള്ള സംഭവങ്ങളായിരിക്കും അല്ലാഹ് ഖുർആനിൽ പറയുന്നത്. അല്ലെ, ബദർ യുദ്ധം, സൂറത്ത് ആൽ ഇംറാൻ ബദർ യുദ്ധത്തെക്കുറിച്ചാണ്. അതുപോലെ പിന്നെ ഹുനൈൻ യുദ്ധം സൂറത്ത് തൗബയിൽ അൻഫാൽ സൂറത്തുൽ അൻഫാലിൽ. അതുപോലെ തന്നെ ഹംറ ഉൽ അസദ്, ഉഹദിന് ശേഷം നടന്ന യുദ്ധം, നടന്നിട്ടില്ല, ഏകദേശം നടക്കാനിരുന്ന ഒരു യുദ്ധമാണ്, അത് സൂറത്ത് ആൽ ഇംറാനിലുണ്ട്. അതുപോലെ ധാരാളം സംഭവങ്ങൾ സീറയിൽ, പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ. ആയിഷ റളിയല്ലാഹുഅൻഹയെക്കുറിച്ച് വിചാരോപണം ഉണ്ടായ സംഭവം സൂറത്ത് നൂറിൽ ഒരു പേജ് അതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ സീറയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഖുർആനിലുണ്ട്. സീറയുടെ ഒരു കിതാബ് വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തഫ്സീർ വായിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട സീറയൊക്കെ അറിയും, തഫ്സീറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽപ്പെട്ടതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെക്കുറിച്ചുള്ളതാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫീൽ എന്ന് പറയുന്നത്. ആ ജനനത്തിൻ്റെ സൂചനകളായ സംഭവങ്ങളിൽപ്പെട്ടൊരു സംഭവം. എന്താണ് സംഭവം? യമനിലുണ്ടായിരുന്ന അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി, ഈ അബ്രഹത്ത് എന്ന് പറയുന്നത് ഹബശിയാണ്, എത്യോപ്യക്കാരനാണ്. അല്ലെ, എത്യോപ്യക്കാർ യമൻ ഭരിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. അങ്ങനെ അവരുടെ ഭരണം ഉണ്ടായിരുന്ന കാലത്ത് അവിടുത്തെ ഭരണാധികാരിയായിരുന്നു അബ്രഹത്ത് എന്ന് പറയുന്ന ആൾ. അവർക്ക് യമനിലൊരു കനീസ ഉണ്ടായിരുന്നു, ഒരു ചർച്ച് ഉണ്ടായിരുന്നു സൻഅയിൽ. നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് പോലെ അവരവിടെ ഒരുമിച്ച് കൂടുകയും അവരുടെ ചടങ്ങുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, ആഘോഷങ്ങളൊക്കെ. അത് കഅബക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം കഅബയുമായിട്ടാണ് അവർ മത്സരിക്കുന്നത്. കഅബയേക്കാൾ വലിയ ഹജ്ജ് ഞങ്ങളുടേതാണ് എന്നായിരുന്നു അവരുടെ ഭാവം. ഇതറിഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് അറബികളായ കുറച്ച് ആൾക്കാർ അവിടെ പോയി ആ കനീസയിൽ കയറി അവിടെ വൃത്തികേടാക്കി. അത് വലിയ പ്രശ്നമായി. അങ്ങനെ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ ഹബശി സൈന്യവുമായിട്ട് മക്കയിലേക്ക് വന്നു. അങ്ങനെ മക്കക്കാർക്ക് അവരെ നേടാനുള്ള ശക്തിയില്ല, കാരണം അന്ന് അവർ വൻ ശക്തിയാണ് ഈ ഹബശികൾ. അവരുടെ സൈന്യത്തിൽ ആനയുണ്ട്, അങ്ങനെയുള്ള സൈന്യമാണ്. ആനയെന്ന് അറബികൾ കണ്ടിട്ടേ ഇല്ല, ആദ്യമായിട്ട് കാണാണ് അവർ. അങ്ങനെ പേടിച്ചോടി. അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാക്ക് വളരെ അറിയപ്പെട്ട വാക്കാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ് ലിൽ ബൈത്തി റബ്ബുൻ യഹ്മീഹി, പിന്നെ കാബക്ക് സംരക്ഷിക്കാൻ റബ്ബുണ്ട്, അവൻ നോക്കിക്കോളും എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് കഴിയില്ലെന്നർത്ഥം. അങ്ങനെ അവർ കൈമലർത്തി. അങ്ങനെ എന്ത് സംഭവിച്ചു? ഈ സൂറത്തിൽ പറയുന്നത് പോലെ അല്ലാഹു തആല പക്ഷികളെ പറഞ്ഞയച്ച്, ആ പക്ഷികൾ, ചെറിയ പക്ഷികൾ, ഓരോ പക്ഷിയുടെയും കൊക്കിൽ ഒരു കല്ലുണ്ട്. ആ കല്ല് ഒരാളുടെ തലയിലേക്ക് ഇടും, ഓരോ കല്ലും ഒരാളുടെ തലയിലേക്ക്. അത് തലയിൽ വീണാൽ ആൾ മരിക്കും. അത് തലയിൽ വീണ് നേരെ ഉള്ളിലേക്ക് കയറി പുറത്ത് വരും. അത് പുറത്ത് വരുന്നതോടുകൂടി ആൾ മെയ്ത്തായി അവിടെ വീഴും. ഇങ്ങനെ അവരെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. അതിനെക്കുറിച്ചാണ് ഈ സൂറത്തിൽ പറയുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ഈ ആനയുടെ ആളുകളെ അള്ളാഹു എന്താണ് ചെയ്തത് എന്ന് നീ കണ്ടില്ലേ? അവിടെ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാഴ്ച രണ്ട് തരത്തിലുണ്ട്, റുഅ്യത്തുൻ ബസരിയ, റുഅ്യത്തുൻ ഇൽമിയ.
കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയുണ്ട്, ഇൽമു കൊണ്ട് കാണുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൽമിയായിട്ടുള്ള കാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിയാം. കാരണം അദ്ദേഹം ജനിച്ച വർഷമാണ് സംഭവം നടക്കുന്നത്, അതുകൊണ്ട് കേട്ട് അറിയാം. ഇബ്നു തൈമിയ്യ പറയുന്നത് ഈ ഹാദിസത്തുൽ ഫീൽ എന്നുള്ളത് മുത്തവാത്തിറാണ്. ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാതെ എല്ലാ മനുഷ്യരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അറബികൾ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അല്ലാഹു തആല അവരുടെ തന്ത്രം, കൈദ് എന്ന് പറഞ്ഞാൽ തന്ത്രം, അവരുടെ തന്ത്രം അല്ലാഹു പാഴാക്കി, അഥവാ അവരുടെ പദ്ധതി പരാജയപ്പെട്ടു. വഅർസല അലൈഹിം തൈറൻ, അവർക്ക് മേൽ അല്ലാഹു പക്ഷികളെ പറഞ്ഞയച്ചു. അബാബീൽ, അബാബീൽ എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ പേരല്ല. പല ആൾക്കാരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നാട്ടിൽ പേരിടും സ്ഥാപനങ്ങൾക്കും ബസ്സിനൊക്കെ. അബാബീൽ എന്നുള്ളത് എന്താണ്? ജമാഅത്തിൻ മുതഫർരിഖ, കുറേ ഗ്രൂപ്പുകൾ എന്നാണ് എൻ്റെ അർത്ഥം. അതിന് മുഫ്രദില്ല, ജമയേ ഉള്ളൂ. അബാബീൽ എന്നുള്ളതിന് മുഫ്രദില്ല. വഅർസല അലൈഹിം തൈറൻ അബാബീൽ, ഇങ്ങനെ കൂട്ടം കൂട്ടമായി പക്ഷികളെ പറഞ്ഞയച്ചു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, സിജ്ജീൽ കൊണ്ടുള്ള കല്ല് ആ പക്ഷി അവരെ എറിയുമായിരുന്നു, ആ കല്ലുകൊണ്ട് എറിയുമായിരുന്നു. എന്താണ് സിജ്ജീൽ എന്ന് പറഞ്ഞാൽ? മണ്ണ് കട്ട പിടിച്ച് ഉണ്ടായ കല്ല്, മണ്ണ് കട്ടയായിട്ട് ഉറച്ച് കല്ലായി മാറി, അതിനാണ് സിജ്ജീൽ എന്ന് പറയാം. നമ്മളെ ചരലതല്ലേ, മണ്ണല്ലേ ശരിക്കും അല്ലേ? ഇഷ്ടികൻ്റെ പോലെ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അങ്ങനെ അവരെന്ത് ചെയ്തു? അസ്ഫ് എന്ന് പറഞ്ഞാൽ ചെടികളുടെയൊക്കെ തണ്ട്, അതാണ് അസ്ഫ് എന്ന് പറയുന്നത്. മഅകൂൽ, തിന്നു കഴിഞ്ഞ തണ്ടുകൾ, വൈക്കോലൊക്കെ പോലെയുള്ളത്. അത് തിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? തിന്നു കഴിഞ്ഞാൽ പിന്നെ അത് കാണൂല. ഉദ്ദേശിക്കുന്നത് തിന്നിട്ട് വിസർജിച്ചത്. അല്ലെങ്കിൽ കുറേ കൂട്ടിയിട്ട വൈക്കോല് മൃഗങ്ങൾ, കന്നുകാലികൾ തിന്ന് അവിടെ ബാക്കി കിടക്കുന്നത് എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അഥവാ മരിച്ച് ആകെ ചിന്നിച്ചെതറി അവരവിടെ മയ്യത്തുകളായി കിടന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ ഒരു സംശയമുണ്ട്. എന്താണ്? ഇവിടെ ആക്രമിക്കാൻ വന്ന ആളുകൾ ആരായിരുന്നു? ഏത് മതക്കാരാ? നസ്രാനികളാണ്. മക്കക്കാർ മുശ്രിക്കുകളാണ്. എന്തുകൊണ്ട് അള്ളാഹു മുശ്രിക്കുകളെ സഹായിച്ചു നസ്രാനികൾക്കെതിരായി? സാധാരണ നമ്മൾ യുദ്ധങ്ങളിലൊക്കെ ദീനിനോട് അടുത്ത ആളുകളുടെ കൂടെയാണ്. റോമക്കാരും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഗുലിബത്തി റൂം ഫിയാദിനിൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം യഗ്ലിബൂൻ, റോമക്കാരും പേർഷ്യക്കാരും നൂറ്റാണ്ടുകളായിട്ട് ശത്രുക്കളാണ്. പേർഷ്യക്കാർ നമ്മൾ ഇന്നത്തെ ഇറാനും പരിസരത്തൊക്കെയുള്ള ആൾക്കാർ. റോമക്കാർ നസാറാക്കളാണ്, പേർഷ്യക്കാർ തീൻ ആരാധിക്കുന്ന ആൾക്കാരാണ്, റോമക്കാർ നസാറാക്കളാണ്. ഇവർ തമ്മിൽ യുദ്ധമുണ്ടായി, റോമക്കാർ പരാജയപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള കാലത്ത്. അപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കുകയാണ്, അവർ വൈകാതെ വിജയിക്കും. അവരുടെ വിജയം മുസ്ലിമീങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? മക്ക മുശ്രിക്കുകൾ പേർഷ്യക്കാർക്കാണ് പിന്തുണ. കാരണം അവർ മുശ്രിക്കുകളാണ്, തീൻ ആരാധിക്കുന്നവരാണ്, ഇവർ വിഗ്രഹത്തിന് ആരാധിക്കുന്നവരാണ്. മുസ്ലിമീങ്ങൾക്ക് നസാറാക്കളെ വിജയിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഈ ആനയുടെ സംഭവത്തിൽ, കഅബ പൊളിക്കാൻ വന്ന സംഭവത്തിൽ അല്ലാഹു ഈ മുശ്രിക്കുകളെ വിജയിപ്പിച്ചു? കാരണം തൗഹീദുള്ള ആൾക്കാർ വളരെ കുറവാണ് മക്കയിൽ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പോകുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ സംഭവം. അവിടെ രണ്ടും ആരാണ് എന്നുള്ളതല്ല അവിടെ വിഷയം. അപ്പോൾ ഇതൊരു പൊതു നിയമമല്ല. ചില ആൾക്കാർ അങ്ങനെ ഇതൊരു പൊതു നിയമമായിട്ട് ഏത് സംഭവത്തിലും ആരാണ് കൂടുതൽ നമ്മുടെ അടുത്തത് അവരാണ് വിജയിക്കേണ്ടത്, അങ്ങനെയല്ല, മറ്റ് കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനുണ്ട്. മാത്രമല്ല കഅബ എന്ന് പറയുന്നത് മുശ്രിക്കുകളുടേതല്ല. നിലവിലവർ മുശ്രിക്കുകളാണെങ്കിലും കഅബ അല്ലാഹു തആല തൗഹീദിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് പിന്നെയും മുവഹ്ഹിദീങ്ങളുടെ കയ്യിലേക്ക് വരാനുള്ളതാണ്. അതിനിടയിൽ താൽക്കാലികമായി ഉണ്ടായ ഒരു സംഭവമാണ് മുശ്രിക്കുകൾ കഅബ മലിനമാക്കി എന്നുള്ളത്, അവിടെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി വെച്ചു എന്നുള്ളത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിന്തുണച്ചത്. എന്ന് മാത്രമല്ല ഇവിടെ നസാറാക്കൾ അക്രമികളാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അക്രമികളെ ചിലപ്പോൾ അള്ളാഹു പരാജയപ്പെടുത്തും, അവർ താരതമ്യേന നല്ലവരാണെങ്കിൽ പോലും. അള്ളാഹുവിൻ്റെ ഹക്ക് അള്ളാഹു ചിലപ്പോൾ പരലോകത്തേക്ക് നീട്ടിവെക്കും. ദുനിയാവിൽ അക്രമം ചെയ്യുന്നവരാണ് ഇവിടെ നസാറാക്കളാണ്. മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ സംഭവം ഖുർആനിൽ ആവർത്തിക്കാതിരുന്നത്? ഈ ആനക്കല സംഭവം എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും സൂറത്തിലുണ്ടോ? വേറെ എവിടെയില്ല, ഈ ഒരു സൂറത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള കഥകളൊക്കെ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്, അപൂർവമേ ആവർത്തിക്കാത്തുള്ളൂ. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം സൂറത്ത് യൂസുഫിലേ ഉള്ളൂ. പക്ഷേ യൂസുഫിൻ്റെ പേര് ഉണ്ട്, വേറെ സൂറത്തുകളുണ്ട്, സൂചനകളുണ്ട്, ചില സംഭവങ്ങളും വന്നിട്ടുണ്ട്. വലക്കത് ജാഅഹും യൂസുഫ് മിൻ ഖബൽ, സൂറത്ത് ഗാഫിറിൽ പറഞ്ഞിട്ടുണ്ട് യൂസുഫ് അലൈഹി സ്വലാമിനെ കുറിച്ച്.
പക്ഷേ ഈ ഒരു സംഭവം ഇവിടെ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ചില മുഫസ്സിരിങ്ങൾ ഒരു ഹിക്മത്ത് പറഞ്ഞിട്ടുള്ളത്, ഈ സംഭവം ആവർത്തിച്ചാൽ മക്ക മുശ്രിക്കുകൾക്ക് എന്തുണ്ടാവും? അവർക്ക് കിബറായിരിക്കും, അവരെ കിബർ കൂടും. കാരണം അവരുടെ മഹത്വം കാണിക്കുന്നൊരു സംഭവമാണിത്. അതുകൊണ്ട് ഇതൊരു സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അലം. അടുത്ത സൂറത്ത് ഖുറൈശ്. ഖുറൈശ് എന്ന് പറഞ്ഞാൽ ആരാണ്? അറിയപ്പെട്ട കബീലയാണ്. ഏറ്റവും നല്ല കബീലയാണ് ഖുറൈശ് എന്ന് പറയുന്നത് ലോകത്തുള്ള. അപ്പോൾ നമുക്കൊക്കെ ഓരോ തറവാടുകളുണ്ടാവും. ലോകത്തെ ഏറ്റവും നല്ല തറവാടാണ് ഖുറൈശ് എന്ന് പറയുന്നത്. ആരാണ് ഖുറൈശ്? ഖുറൈശ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പമാരുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് ഫിഹ്ർ ബിൻ മാലിക്. ഈ ഫിഹ്ർ ബിൻ മാലിക്കിൻ്റെ മക്കളാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. ഫിഹ്ർ ബിൻ മാലിക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കുണ്ടായ ആളുകളൊക്കെയാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. ഇന്നും ആ കുടുംബം നിലവിലുണ്ട്. മറ്റൊരു അഭിപ്രായം ഫിഹ്ർ ബിൻ മാലിക്കല്ല, ഫിഹറിൻ്റെ വല്ലിപ്പ ഫിഹ്ർ ബിൻ മാലിക് ബിൻ നദർ ഇബ്നു കിനാന എന്നാണ്. അപ്പോൾ നദർ ബിൻ കിനാനയുടെ മക്കളാണ് എന്നൊരു അഭിപ്രായമുണ്ട്. എന്തായാലും ഏറിപ്പോയാൽ നദർ ബിൻ കിനാന അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കുള്ള ആളുകളാണ് ഖുറൈശികൾ എന്ന് അറിയപ്പെടുന്നത്. ഖുറൈശ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിനെപ്പറ്റിയും പല അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, കിർഷ് എന്ന് പറഞ്ഞാൽ എന്താ? കിർഷ്, ഖുറൂഷ് എന്നൊക്കെ പറഞ്ഞാൽ പൈസ. അപ്പോൾ കച്ചവടക്കാരായിരുന്നു ഖുറൈശികൾ, അങ്ങനെ അഭിപ്രായമുണ്ട്. അതല്ല, തഖറുഷ് എന്ന് പറഞ്ഞാൽ തജമ്മു, ഒരുമിച്ച് കൂടുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഖുറൈശികൾക്കിടയിൽ നല്ല ഐക്യമുണ്ടായിരുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ കിർഷ് എന്ന് പറയുന്നൊരു മീനിൻ്റെ പേരാണ്. ഏതാണ് അതിൻ്റെ നമ്മുടെ മലയാളവും ഇംഗ്ലീഷൊന്നും എനിക്കറിയില്ല. വലിയ മീനിൽപ്പെട്ട ഒന്നാണ്, തിമിംഗലം പോലെയുള്ള ഒരു സാധനമാണ് കിർഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ മറ്റ് മീനുകളിത് വിഴുങ്ങും, അതുപോലെ മറ്റുള്ള കബീലകളെ വിഴുങ്ങാനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അലം. അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഏറ്റവും നല്ല കുടുംബമാണ് ഖുറൈശ് എന്നുള്ളത്, അതിൽ സംശയമില്ല. അതുപോലെ തന്നെ അവരുടെ ഫضൽ പറയുന്ന ധാരാളം ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്ന് നിയോഗിക്കുകയുള്ളൂ എന്നുള്ളതിൽ സംശയമില്ല. പിന്നെ കുടുംബത്തിൻ്റെ നന്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദീനിയായിട്ടുള്ള നന്മയല്ല. അതായത് അവരൊക്കെ തൗഹീദുള്ള ആളുകളായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു എന്നല്ല. ഒരു കുടുംബം നല്ലതാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കുടുംബം നല്ലതാണ് അല്ലെങ്കിൽ ഒരാളുടെ പരമ്പര നല്ലതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന ഉദ്ദേശം അതിൽ വ്യഭിചാരം ഉണ്ടായിട്ടില്ല, അവരെല്ലാവരും എന്താ പറയുക, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റ തന്തക്ക് ജനിച്ചവരാണ് എല്ലാവരും, അങ്ങോട്ട് മുകളിലേക്ക് വരെ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജാഹിലിയത്തിൽ അങ്ങേയറ്റത്തെ തോന്നിവാസങ്ങൾ നിറഞ്ഞ കാലത്തും അവർക്ക് എല്ലാവർക്കും സ്വന്തം ഉപ്പയാരാന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഏതായാലും ഈ സൂറത്തിൻ്റെ ലക്ഷ്യം, മഖ്സിദ് എന്ന് പറയുന്നത് ഖുറൈശികൾക്ക് അല്ലാഹു നൽകിയ നിഅമത്ത് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവർ നിലവിൽ മുശ്രിക്കുകളാണ്, നിങ്ങളിങ്ങനെ ആവേണ്ടവരല്ല, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കേണ്ടവരാണ് എന്നാണ് ഈ സൂറത്ത് പറയുന്നത്. ലിഈലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് അള്ളാഹു നൽകിയ ഈലാഫ് എന്ന് പറഞ്ഞാൽ ഇണക്കി കൊടുത്തു എന്നാണ്. അപ്പോൾ ഖുറൈശികളുടെ ഇണക്കം, ഈലാഫിഹിം റിഹ്ലത്ത ശിത്താഇ വസ്സൈഫ്, തണുപ്പ് കാലത്തും വേനൽക്കാലത്തും ഉള്ള യാത്ര അവർക്ക് ഇണക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലി ഉണ്ട്, ലാമുണ്ട്, അതെന്താണ്? എന്തിൻ്റെ? സൂറത്തുൽ ഫീലിൻ്റെ ബാക്കിയാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ചില മുഫസ്സിരിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫജഅലഹും കാസ്ഫിൻ മഅകൂൽ, അവരെങ്ങനെ അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞത് ലിഈലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് അവരുടെ യാത്രയൊക്കെ സ്വസ്ഥമായിട്ട് നടത്താൻ വേണ്ടി. കാരണം എന്താ? ഇവരെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ ഖുറൈശികൾക്ക് യാത്ര ചെയ്തൂടെ? ഖുറൈശികൾക്ക് അവർക്ക് കച്ചവടത്തിനൊക്കെ വേണ്ടി യാത്ര ചെയ്യാൻ ഏറ്റവും വലിയ സഹായമായിരുന്ന കാര്യം ഈ ഹറമാണ്, കഅബയാണ്. കാരണം പണ്ട് കാലത്ത് ഇന്നത്തെ പോലെയല്ല, നമുക്കിത് ഇന്നത്തെ സാഹചര്യം വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. പണ്ട് കാലത്ത് യാത്ര എന്ന് പറഞ്ഞാൽ മരണത്തിന് വളരെയധികം സാധ്യതയുണ്ട്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അടുത്ത കാലം വരെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ മരിക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. ഒരു ദൂരയാത്ര എന്ന് പറഞ്ഞാൽ അവൻ ആ വഴിയിൽ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഇടയിലൊക്കെ അക്രമികളായ കബീലകളുണ്ടാവും. അല്ല, ഹജ്ജിന് പോകുന്ന ആളുകൾ തന്നെ ഒരു 100 വർഷമല്ല, 70 വർഷമൊക്കെ മുമ്പ് ഹജ്ജ് ചെയ്തിരുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ ഞെട്ടിപ്പോകും. നിലവിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ, ഇപ്പം മരിച്ചെന്നറിയില്ല, ഞാൻ ഈ കഥ കേൾക്കുമ്പോൾ ആൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, ഹജ്ജിന് പോകുന്ന ആൾക്കാരെ കൊള്ളയടിച്ചിട്ട് ജീവിക്കുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആളായിരുന്നു ഇയാൾ. ഈ കഥ പറയുന്ന ആളല്ല, അത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്.
ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ പറയണം, അയാളോട് മറ്റൊരാൾ പറഞ്ഞതാണ്. ഈ രണ്ടാമത്തെ ആൾ കൊള്ളക്കാരനാണ്. അപ്പോൾ അയാൾ പറയുന്നത് അയാൾ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്. കൊലപാതകം എത്ര ഉണ്ടെന്ന് അറിയില്ല. ഏതായാലും അപ്പോൾ ഈ കഥ കേട്ട ആൾ ഇയാളോട് ചോദിച്ചു, ഈ അക്രമിയായ ആളോട്, കൊള്ളക്കാരനോട് ചോദിച്ചു, എനിക്ക് വിഷമം ഉണ്ടായ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അപ്പോൾ അയാൾ പറയുന്നത് വിഷമം ഉണ്ടാകുന്ന എപ്പോഴാണ്, ഞങ്ങളിങ്ങനെ കൂട്ടമായി പോയിട്ട് ആളുകളെ അടിച്ച് ചിലപ്പോൾ കയ്യകാലം മുറിച്ച് ചിലപ്പോൾ കൊന്നിട്ടുണ്ടാവും. അങ്ങനെ കൊന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവരെ മർദ്ദിച്ച് കഴിഞ്ഞ് അവരുടെ കയ്യിലുള്ള ലഗേജ് ഈ ചാക്കൊക്കെ എടുത്ത് തുറന്നു നോക്കുമ്പോൾ, ബാണ്ടൊക്കെ എടുത്ത് തുറന്നു നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് വിഷമം. അത് ആളെ ആക്രമിച്ചതിന് വിഷമമൊന്നുമില്ല. ഇത്രയും വലിയ ആക്രമണം നടന്നിരുന്നു. ഷെയ്ഖ് തഖീദ്ദീൻ ഹിലാലി എന്ന് പറയുന്ന ആലിം, മൊറോക്കോക്കാരനായ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം 1980-90 ഇടയിൽ മരണപ്പെട്ട ആളാണ്. അദ്ദേഹം ഹജ്ജിന് പോയ കഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഹജ്ജിന് പോയിട്ട് മക്കയിലെത്തി ഹജ്ജ് ചെയ്തു. നിർബന്ധമായതുകൊണ്ട് ഹജ്ജ് എന്തായാലും ചെയ്യും. ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ പോകാൻ ആഗ്രഹം കൂടുതലുള്ള ആൾക്കാർക്ക്. കാരണം മഗ്രിബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമാണല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ, കപ്പലിലൊക്കെ വന്നതായിരിക്കും. അപ്പോൾ മദീന കൂടി കാണണം. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, മദീനയിൽ പോകരുത്. നിങ്ങൾ ദീനുള്ള ആൾക്കാരാണെങ്കിൽ, തൗഹീദുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മദീനത്ത് പോകരുത്. കാരണം മദീനയിൽ പോകുന്ന വഴിയിൽ കൊല്ലപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ജീവൻ പണയം വെച്ചുകൊണ്ട് സുന്നത്തായ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞവരോട്. അത് തൗഹീദിന് നിരക്കാത്ത കാര്യമാണ്, തവക്കുലിന് നിരക്കാത്ത കാര്യമാണ്. കാരണം തവക്കുലിൻ്റെ ഭാഗമാണ് സബബുകൾ സ്വീകരിക്കുക എന്നുള്ളത്. മരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുക എന്നുള്ളത് തവക്കുലിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അവരെ തടഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ അവസ്ഥയായിരുന്നു. ഏത് ദീർഘയാത്രയും ഇങ്ങനെ തന്നെയാണ്. കാരണം ഒരാൾ 1000 കിലോമീറ്റർ ദൂരേക്ക് പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ കബീലകളെക്കുറിച്ചും നമുക്കറിയാം, എങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. ഇന്നത്തെ പോലെയല്ല, ഓരോ കബീലക്കും അവരുടെ ഭരണമാണ്, അവരുടെ നിയമമാണ്. അവരാരെ കൊല്ലണം, ആരെ വെറുതെ വിടണം എന്നൊക്കെ അവർ തീരുമാനിക്കും. അങ്ങനെയുള്ള കാലത്ത് ഈ ഖുറൈശികൾക്ക് സുന്ദരമായി യാത്ര ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇവർ ഹറമിൻ്റെ ആളുകളാണ്, കാബയുടെ ആളുകളാണ്, അതുകൊണ്ട് ഇവരെ തൊടാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസം അറബികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരാരും തൊടില്ല. ഹറമിൽ കയറിയാൽ സ്വന്തം മാപ്പാനെ കൊന്ന ആളെ വരെ അറബികൾ തൊടാറുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതേ പവിത്രത ഹറമിൻ്റെ സംരക്ഷകരായ ഖുറൈശികൾക്ക് ആളുകൾ കൊടുത്തിരുന്നു. പുറത്താണെങ്കിൽ അവരൊരു പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ മറന്നുപോയി. അവരെ ആരെങ്കിലും പിടിച്ചാൽ അവർ ഈ വാക്ക് പറയും, ഹറമിൻ്റെ ആളാന്നുള്ള അർത്ഥമുള്ളൊരു വാക്ക്. അത് പറഞ്ഞാൽ അവർ വെറുതെ വിടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഹറം അവിടെ വേണം. അതാണ് അള്ളാഹു തആല ഇവിടെ ആനയുടെ ആളുകളെ നശിപ്പിച്ചത് ലി ഈലാഫി ഖുറൈശികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. ഇതൊരു തഫ്സീറാണ്. പക്ഷേ രണ്ട് സൂറത്തായതുകൊണ്ട് അത് സ്വീകരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. രണ്ട് സൂറത്തല്ലേ, സൂറത്തുകൾ അടിസ്ഥാനം എന്താണ്? രണ്ടും വേറെയാണ് എന്നുള്ളതാണ്. മറ്റൊരു അഭിപ്രായം ചിലർ പറഞ്ഞിട്ടുള്ളത് ലാമു തഅജ്ജുബ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഅ്ജബു ലി ഈലാഫി ഖുറൈശ്. ഇത് അറബിയിലുള്ളൊരു പ്രയോഗമാണ്. ലാമ് അത്ഭുതം കാണിക്കാൻ വേണ്ടി ലാം ഉപയോഗിക്കും. ഉദാഹരണത്തിന് വയാലി ദക്കാഇഹി ലി ദക്കാഇ ഫുലാൻ, ഇന്ന ആളുടെ ബുദ്ധി എന്ത് അത്ഭുതമാണ് എന്നതിന് ലി ദക്കാഇ ഫുലാൻ എന്ന് പറയും. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് യഅ്ജബു ലി ദക്കാഇ ഫുലാൻ, ഇവൻ്റെ ബുദ്ധിയുടെ പേരിൽ നിങ്ങൾ അത്ഭുതപ്പെടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞവരുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം, ഈ സൂറത്തിൻ്റെ തന്നെ അവസാനം ആദ്യമായിട്ട് കണക്റ്റഡാണ്. അതായത് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് ലി ഈലാഫി ഖുറൈശ്, അവർ കാബയുടെ റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ, അവൻ അവർക്ക് യാത്ര എളുപ്പമാക്കി കൊടുത്തത് കാരണം. ലാമു തഅലീൽ അങ്ങനെ പറഞ്ഞവരുണ്ട്. അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം സൂറത്തുമായിട്ട് ബന്ധമുണ്ട്, സൂറത്തിൻ്റെ വിഷയമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ മറ്റു സൂറത്തിലേക്ക് പോകുന്നില്ല. ഏതായാലും ലി ഈലാഫി ഖുറൈശ്, അള്ളാഹു ഖുറൈശികൾക്ക് ഇണക്കി കൊടുത്തു, അവർക്ക് ശീലമാക്കി കൊടുത്തു. എന്താണ്? ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. റിഹ്ലത്തു ശിതാഇ വസ്സൈഫ്, ശൈത്യത്തിലും ഉഷ്ണത്തിലുമുള്ള, വേനൽക്കാലത്തും തണുപ്പ് കാലത്തുമുള്ള യാത്ര. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഖുറൈശികൾക്ക് 2 യാത്രകളുണ്ടായിരുന്നു. തണുപ്പ് കാലത്ത് എങ്ങോട്ട് പോകും? യമനിലേക്ക് പോകും. ചൂട് കാലത്ത് ഷാമിലേക്ക് പോകും. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയയും ഫലസ്തീനും. അവിടെ എന്താ പോകാൻ കാരണം? വേനൽക്കാലത്ത് അവിടെ തണുപ്പാണ്, വളരെ തണുപ്പാണ്, അവിടെ എപ്പോഴും തണുപ്പാണ്. ശരി, യമനിലേക്ക് പോകാൻ എന്താ കാരണം? യമനിലും തണുപ്പല്ലേ. യമൻ എന്ന് പറയുന്നത്, യമനിൽ തണുപ്പുള്ള സ്ഥലമുണ്ട്, ചൂടുള്ള സ്ഥലമുണ്ട്. തിഹാമ, അതായത് തീരപ്രദേശങ്ങളായിട്ടുള്ള ഈ ഇന്നത്തെ യമൻ്റെ ഹുദൈദ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ, അവിടെയൊക്കെ ചൂടാണ്. ഹദർമൗത്ത് അവിടെയൊക്കെ ചൂടാണ്. തിഹാമ എന്നാണ് ആ ഭാഗങ്ങൾ അറിയപ്പെടുന്നത്. അവിടെ ചില ഭാഗങ്ങൾ ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭാഗമാണ് ഈ തിഹാമ എന്ന് പറയുന്നത്. അതാണ് ഈ ഉദ്ദേശിക്കുന്ന യമൻ. ഇന്നത്തെ യമൻ മാത്രമല്ല, അതിൽ കുറച്ച് ഭാഗം യമനിലാണ്, കുറച്ച് ഭാഗം സൗദി അറേബ്യയിലാണ്. ഈ സ്ഥലങ്ങളിൽ ചൂടുണ്ട്. അപ്പോൾ തണുപ്പ് കാലത്ത് അവർ അവിടെ പോകും. മക്കയിൽ ഒന്നുമില്ല. മക്ക എന്ന് പറഞ്ഞാൽ ലാ സർഅ വലാ ദർഅ എന്നാണ് പറയുന്നത്.
എന്താണ് പറഞ്ഞാൽ കൃഷിയുമില്ല, കന്നുകാലികളുമില്ല. ദറ എന്ന് പറഞ്ഞാൽ അകിട്, അഥവാ പാലും കൃഷിയാണ് പണ്ട് കാലത്ത് ഭക്ഷണം എന്ന് പറയുന്നത്. ഗോതമ്പ്, അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കും. അതുപോലെ തന്നെ പശുവിനെ കറന്ന് അല്ലെങ്കിൽ കന്നുകാലികളെ കറന്ന് പാൽ കുടിക്കും, അറുത്ത് തിന്നുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും ഇല്ല മക്കത്ത്. കാരണം അവിടെ ചൂടായതുകൊണ്ട് കടുത്ത ചൂടും കടുത്ത തണുപ്പും, കന്നുകാലികൾ വളർത്താൻ പറ്റിയ സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കന്നുകാലികളുമില്ല, കൃഷിയുമില്ല മക്കത്ത്. അപ്പോൾ അവർ വളരെ കഷ്ടപ്പാടിലായിരുന്നു. അപ്പോൾ അള്ളാഹു താല അവർക്ക് എന്ത് ചെയ്തു? ഈ യാത്ര എളുപ്പമാക്കി കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള കബീലകൾക്കും യാത്ര ചെയ്തുകൂടെ? എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ ചെയ്യാത്തത്? അവർക്ക് ഈ പ്രൊട്ടക്ഷനില്ല, ഇവർക്ക് എവിടെയും യാത്ര ചെയ്യാനില്ല. ഇന്നിപ്പോൾ ചില രാജ്യങ്ങളൊക്കെ അല്ലേ ഭയങ്കര പവറുള്ള പാസ്പോർട്ടായിട്ട് അവരെല്ലാ രാജ്യങ്ങളിലും പോയി കച്ചവടം ചെയ്യും, തോന്നിയതൊക്കെ ചെയ്യും. അതുപോലെയുള്ളൊരു സാഹചര്യമായിരുന്നു എന്ന് പറയാം ഏകദേശം. മക്കക്കാരുടെ പാസ്പോർട്ട്, അവർക്കേ പാസ്പോർട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് പാസ്പോർട്ടേ ഇല്ല. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. ഇനി ഈ റിഹ്ലത്തു ഷിത്തായ് വസ്സൈഫ് എന്ന് പറയുന്ന ഈ 2 യാത്ര ഉണ്ടായതിൻ്റെ പിന്നെ ഒരു കഥയുണ്ട്. മക്കക്കാർ കച്ചവടം തുടങ്ങിയതിനെക്കുറിച്ച്. നേരത്തെ ഒരു കച്ചവടം ഇല്ല. നേരത്തെ അവർ അവിടെ ചെയ്യാൻ പറ്റുന്ന കൃഷിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് പട്ടിണിയൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുകയായിരുന്നു. ആ സാഹചര്യം മാറി ഈ റിഹ്ലത്തു ഷിത്തായ് വസ്സൈഫ് തുടങ്ങി അവർ പണക്കാരായി കച്ചവടക്കാരായി മാറിയതിൻ്റെ വലിയൊരു കഥ സീറയുടെ കിതാബുകളിൽ കാണാം. അതുപോലെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. എന്താണ് സംഭവം? മക്കയിൽ പണ്ട് കാലത്ത് കൃഷിയില്ല എന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ കച്ചവടമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ പരിമിതമായ കൃഷിയും വളരെ പരിമിതമായ കന്നുകാലികളും ഒക്കെ ആയിട്ട് അവർ ജീവിക്കുകയാണ്. അന്ന് ഈ ദാരിദ്ര്യം പരിധി വിട്ടിട്ട് അവരെന്ത് ചെയ്തു? പട്ടിണി മരണങ്ങൾ സംഭവിക്കാൻ തുടങ്ങി മക്കയിൽ. അപ്പോൾ അവരുടെ ഒരു സിസ്റ്റം ഉണ്ടായി. എന്തായിരുന്നു? ഒരാൾ പട്ടിണിയായാൽ അയാളെ കയ്യിലുള്ള ഭക്ഷണം മുഴുവൻ തീർന്നു പോയാൽ എന്ത് ചെയ്യും? വീട്ടിൽ ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും കുന്നിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മരുഭൂമിയിലോ പോയിട്ട് ഒരു ഹൈമ, ഒരു ടെൻ്റ് ഉണ്ടാക്കിയിട്ട് ഈ വ്യക്തിയും കുടുംബവും അവിടെ ജീവിക്കും, അയാൾ മക്കളും അവിടെ ജീവിക്കും. എന്നിട്ട് കയ്യിലുള്ള ഈ ഭക്ഷണം അതും കഴിച്ച് തീർന്നാൽ അവരവിടെ കിടന്ന് മരിക്കും. അപ്പോൾ മരിക്കാൻ തയ്യാറായിക്കൊണ്ട് അവർ ഒഴിഞ്ഞു പോകും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അന്നത്തെ ഒരു കഷ്ടപ്പാട് നോക്കണം. അവർക്ക് മറ്റൊരാളിൽ നിന്ന് അടുത്തുനിന്ന് വാങ്ങി കഴിക്കാൻ സാഹചര്യമില്ല, ചോദിക്കാൻ ആളില്ല. ആരോട് ചോദിക്കാനാണ്? എല്ലാവരും പട്ടിണിയിലാണ്. അപ്പോൾ മരണം ഉറപ്പായി കഴിഞ്ഞാൽ കയ്യിലുള്ള ഭക്ഷണ വസ്തുക്കളുമായിട്ട് അവർ പോകും. അങ്ങനെ ഇരിക്കെ ഒരു ഖുറൈശിയായിട്ടുള്ള വ്യക്തി അംർ ഇബ്നു അബ്ദു മനാഫ്, അദ്ദേഹത്തിൻ്റെ മകൻ അസദ് എന്ന പേരുള്ളൊരു മകനുണ്ട് ഇയാൾക്ക്. അപ്പോൾ ഈ അസദിന് ഒരു കൂട്ടുകാരനുണ്ട്, മറ്റൊരു അറബി മഖ്സൂമി കബീലയിൽപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, ഖുറൈശിയിൽപ്പെട്ട മഖ്സൂമി ആയിട്ടുള്ള ഒരു സഹോദരൻ, കൂട്ടുകാരൻ. അങ്ങനെ ഈ മഖ്സൂമിയും ഈ അസദ് എന്ന് പറയുന്ന അംർ ഇബ്നു അബ്ദു മനാഫിൻ്റെ മകനും അവർ കൂട്ടുകാരാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഈ മഖ്സൂം ഗോത്രക്കാരൻ്റെ ഉപ്പ അയാൾ മരിക്കാൻ തീരുമാനിച്ചു, ഈ അവസ്ഥയിലെത്തി. അതിനൊരു പ്രത്യേക പേരൊക്കെ ഉണ്ട്. അങ്ങനെ അവർ ഇങ്ങനെ ടെൻ്റടിച്ച് പോയി മരിക്കാനുള്ള തീരുമാനം എടുത്തു. ഈ കുട്ടിക്ക് വളരെ വിഷമമായി അസദിന്. അവൻ വീട്ടിൽ വന്ന് ഉമ്മാനോട് പറഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉമ്മ കുറേ ഭക്ഷണമൊക്കെ കൊടുത്തയച്ചു. അങ്ങനെ കുറച്ച് ദിവസം വീണ്ടും അവർ കളിച്ച് നടന്ന് പിന്നെ വീണ്ടും ഇവർ അത് തീർന്നപ്പോൾ വീണ്ടും ഇങ്ങനെ ടെൻറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ കുട്ടി വീണ്ടും വീട്ടിൽ വന്ന് കരഞ്ഞു. അങ്ങനെ ആയപ്പോൾ ഈ അംർ ഇബ്നു അബ്ദു മനാഫ് എന്ത് ചെയ്തു? ബാക്കിയുള്ള ഖുറൈശികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രസംഗം നടത്തി. അയാൾ വളരെ ആവേശത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി, ഇന്നക്കും അഹ്ദസ്തും ഹദസൻ തഖില്ലൂന ഫീഹി വതക്സുറുൽ അറബ്. നിങ്ങളൊരു പരിപാടി ചെയ്യുന്നുണ്ട്. എന്താണ് പരിപാടി? പട്ടിണിയായാലും നേരെ മരുഭൂമിയിൽ പോയി മരിക്കുക എന്നുള്ളത്. ഈ പരിപാടി കാരണം തഖില്ലൂന വതക്സുറുൽ അറബ്, നിങ്ങളുടെ എണ്ണം ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള അറബികളൊക്കെ അവർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വതദില്ലൂന വതഇസ്സുൽ അറബ്, നിങ്ങൾ ദില്ലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മറ്റുള്ള അറബികളൊക്കെ ഇസ്സത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ അൻതും അഹ്ലു ഹറമില്ലാഹി അസ്സ വജൽ, നിങ്ങൾ ഹറമിൻ്റെ ആളുകളാണ്. അഷ്റഫു വലദി ആദം, ആദം നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ്. എന്നിട്ട് ഇങ്ങനെ ആയാൽ പറ്റുമോ എന്ന് ചോദിച്ച് അദ്ദേഹം അവരെ ഉപദേശിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് കഴിയുന്ന പോലെ ഭക്ഷണമൊക്കെ കൊടുത്ത ആളുകൾക്ക് പിന്നെ അവർ ഇത് തുടരാൻ വേണ്ടി, അവരുടെ ഈ ജീവിതം ബാക്കിയാവാൻ വേണ്ടി, കബീല നിലനിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇട്ട പദ്ധതിയാണ് ഈ റിഹ്ലത്തു ഷിത്തായ് വസ്സൈഫ് എന്നുള്ളത്. എന്താണ്? എല്ലാവരും അവനവൻ്റെ കയ്യിലുള്ള വിഭവങ്ങളൊക്കെ കൊണ്ടുവരിക, അതെല്ലാം ഒരുമിച്ച് കൂട്ടി അവർ കച്ചവടം ചെയ്യും. യമനിലേക്ക് പോകും, സിറിയയിലേക്ക് പോകും, എന്നിട്ട് കിട്ടുന്നത് ഒരുപോലെ വീതിക്കും. അങ്ങനെ അവരുടെ ഈ ഹറമിലെ ആളുകൾ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് അത് മുതലെടുത്ത് അതോടൊപ്പം ഇങ്ങനെ ഈ സഹകരണം കൂടിയായി മൂലധനം ഈ സഹകരണത്തിലൂടെ ശേഖരിച്ചു. കച്ചവടം ചെയ്യാൻ അവർക്കുള്ള ഈ ആളുകൾക്കിടയിലുള്ള പ്രശസ്തിയും പേരും അത് ഉപയോഗപ്പെടുത്തി അങ്ങനെ അവർ
ഈ പരിപാടി തുടങ്ങി, റിഹ്ലത്തു ശിതാഇ വസ്സൈഫ്. അങ്ങനെ പതുക്കെ ഖുറൈശികൾ ഏറ്റവും ശക്തരായ കബീലയായി വീണ്ടും തിരിച്ചു വന്നു. ഇതാണ് സംഭവിച്ചത്. ഈ അംർ ഇബ്നു അബ്ദു മനാഫ് എന്ന് പറയുന്ന വ്യക്തി, നിങ്ങളെല്ലാവരും ഇയാളെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. ആരാണിത്? അംർ ഇബ്നു അബ്ദു മനാഫ്. മറ്റൊരു പേരിൽ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഇയാളെ മറ്റേ പേരെന്താണ്? വേറൊരു പേരുണ്ട്, അറിയപ്പെട്ടൊരു പേരുണ്ട്, എല്ലാവർക്കും അറിയാവുന്നൊരു പേരുണ്ട്. അബുജഹലോ? ഇല്ലല്ല, ഔദുബില്ല. അബുജഹലിന് ഒരു ഖൈറും ഉണ്ടായിട്ടില്ല അബുജഹലിനെ കൊണ്ട്. ഹാഷിം ഇബ്നു അബ്ദു മനാഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലിപ്പാൻ്റെ ഒപ്പ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാ ബിൻ അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ്. ഈ ഹാഷിമാണ് അംർ ഇബ്നു അബ്ദു മനാഫ് എന്ന് പറയുന്നത്. ഹാഷിം എന്നുള്ള പേര് വരാൻ കാരണം എന്താ? ഹഷമ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ആൾക്കാരെ വിളിച്ചു കൂട്ടി, പട്ടിണിക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ആദ്യം ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സെരീദ് ആണ് കൊടുക്കുന്നത്. എന്താ സെരീദ് എന്ന് പറഞ്ഞാൽ? ഖുബ്സ് പൊടിച്ചിട്ട് അത് ഇറച്ചിക്കറിയിൽ മുക്കിയത്, അതാണ് ചുരുക്കി പറഞ്ഞാൽ സെരീദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖുബ്സൊക്കെ ഇയാൾ തന്നെ ഇരുന്ന് പൊട്ടിച്ചിട്ടാണ് അവർക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് ഹാഷിം എന്നുള്ള പേര് വന്നത്. ഒരു കവിതയുണ്ട്, അംറുല്ലദി ഹഷമ സെരീദ ലിഖൗമിഹി വരിജാലു മക്കത്ത മുസ്നിതൂന ഇജാഫു. എന്താണ് അംർ എന്ന് പറഞ്ഞാൽ അല്ലദി ഹഷമ സെരീദ ലിഖൗമിഹി, തൻ്റെ കൗമിന് സെരീദ് ഉണ്ടാക്കി കൊടുത്തു. ഏത് സന്ദർഭത്തിൽ? വരിജാലു മക്ക, മക്കയിലെ ആളുകൾ മുസ്നിതൂന ഇജാഫു. എന്താ മുസ്നിത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ച സർഫ് ഉപയോഗിച്ചാൽ ഈ വാക്കിൻ്റെ അർത്ഥം വേഗം കിട്ടും. മുസ്നിത്ത് എന്ന് പറഞ്ഞാൽ സനത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഷം എന്നുള്ള അർത്ഥമുണ്ട്, ദാരിദ്ര്യം എന്നുള്ള അർത്ഥമുണ്ട്. ക്ഷാമം, കഹ്ത്ത്, മഴയില്ലാത്ത ക്ഷാമവർഷം എന്ന് അർത്ഥമുണ്ട് സന. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഫ്അല വസ്നിൻ്റെ ഒരർത്ഥമാണ് എന്ത്? അദ്ദുഖൂലു ഫിശ്ശൈഇ. അഷ്അമ എന്ന് പറഞ്ഞാൽ അദ്ദുഖൂലു ഫിശ്ശാം, ഐമന എന്ന് പറഞ്ഞാൽ അദ്ദുഖൂലു ഫിൽ യമൻ. അതുപോലെ അസ്നത എന്ന് പറഞ്ഞാൽ അദ്ദുഖൂലു ഫിസ്സന, ക്ഷാമത്തിൽ പ്രവേശിക്കൽ. അഫ്അലിൻ്റെ ഇസ്മുൽ ഫായിൽ എന്താണ്? മുഫിൽ. അപ്പോൾ മുസ്നിത്ത് എന്ന് പറഞ്ഞാൽ ക്ഷാമക്കാർ, ക്ഷാമത്തിൽ പ്രവേശിച്ചവർ, ക്ഷാമം ബാധിച്ചവർ. വരിജാലു മക്കത്തെ മുസ്നിതൂന ഇജാഫുൻ. ഇജാഫുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉണങ്ങിയവർ, മെലിഞ്ഞൊട്ടിയവർ. സൂറത്ത് യൂസുഫിൽ പറഞ്ഞ പശുക്കളെ കുറിച്ച് പറഞ്ഞത് സബുഅൻ ഇജാഫ്, വിശന്ന് ഉണങ്ങിപ്പോയ പശുക്കൾ. അപ്പോൾ മക്കയിലെ ആളുകൾക്ക് ഇങ്ങനെ വിശന്ന് ഒട്ടിയ അവസ്ഥയിൽ ആളുകൾക്ക് സെരീദ് ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഹാഷിം എന്ന്. അപ്പോൾ ഈ ഹാഷിം ആണ് ഈ സമ്പ്രദായം തുടങ്ങിയത്, റിഹ്ലത്തു ശിതാഇ വസ്സൈഫ്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിപ്ലവമാണ്. കാരണം പട്ടിണി കിടന്ന് ഇങ്ങനെ മരിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒരാൾ ഞാൻ മരിക്കാൻ പോകണമെന്ന് കണ്ട് കുട്ടികളെ ആയിട്ട് പോവുക, അതിൽ നിന്ന് മാറിയിട്ട് ഏറ്റവും ശക്തരായ കബീല എന്നുള്ള സ്ഥാനത്തേക്ക് അവർ മാറി. ഇതൊക്കെ ചെയ്തത് മനുഷ്യരാണെങ്കിലും ഇതിനുള്ള ബുദ്ധി ആരാണ് കൊടുത്തത്? അതിന് കാരണമായി ഹറം ആരാണ് അവിടെ സംവിധാനിച്ചത്? അല്ലാഹു തആല പറഞ്ഞതുപോലെ അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ യുതഖത്തഫു അന്നാസു മിൻ ഹൗലിഹിം. അവർക്ക് നിർഭയമായ ഹറം സംവിധാനിച്ചു കൊടുത്തില്ലേ ഞാൻ? അതവർ കാണുന്നില്ലേ? വയുതഖത്തഫു അന്നാസു മിൻ ഹൗലിഹിം. അവരുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ റാഞ്ചിയെടുക്കപ്പെടുകയാണ്. ഇപ്പോൾ കൊലപാതകമൊക്കെ സർവ്വസാധാരണമാണ്. ആ കൂട്ടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇവർക്കൊരു അമ്നുള്ള പ്രദേശം ഹറം ഞാൻ കൊടുത്തില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അപ്പോൾ ഈ സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത അല്ലാഹു തആല ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. അപ്പോൾ ഈ ബൈത്ത്, ഈ കഅബ ഇത് സംവിധാനിച്ച, ഇതിന് ഇവിടെ ഉണ്ടാക്കാൻ അനുവദിച്ച അള്ളാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യട്ടെ, അവനെ മാത്രം ഇബാദത്ത് ചെയ്യട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്. അവൻ അവർക്ക് പട്ടിണിക്ക് ശേഷം ഭക്ഷണം കൊടുത്തു, ഭയത്തിന് ശേഷം നിർഭയത്വം കൊടുത്തു. അപ്പോൾ അമ്നും ഭക്ഷണവും അത് കൊടുത്ത് അള്ളാഹുവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. അപ്പോൾ അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകൾക്കുള്ള നന്ദിയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു നമുക്കൊരു നിഅമത്ത് തന്നാൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് ഇബാദത്താണ്. അപ്പോൾ നിഅമത്തുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇബാദത്ത് കൂടണം. അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ മറ്റൊരു കാര്യം, കേവലം വിശപ്പ് മാറുക എന്നുള്ളത് തന്നെ വലിയ നിഅമത്താണ്. നമ്മളത് പലപ്പോഴും ഓർക്കാറില്ല. ഇവിടെ അവർക്ക് അള്ളാഹു വയറ് നിറച്ച് കൊടുത്തില്ലേ എന്ന് പറഞ്ഞിട്ടില്ല. ആ തുഅമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുത്തു എന്നേ ഉള്ളൂ. മിൻ ജൂ, വിശപ്പിന് ശേഷം എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറാൻ ഉള്ളത് മതി ഈ ആയത്ത് അവിടെ ശരിയാവാൻ, അല്ലെങ്കിൽ ഈ ആയത്തിൽ പെടാൻ. അഷ്ബ എന്നാ പറയുക, വയറ് നിറച്ച് കൊടുക്കുക എന്നുള്ളത്. അത് പറഞ്ഞിട്ടില്ല. വയറ് നിറച്ചാൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ വയറ് നിറയാത്തവരും അവരുടെ കൂട്ടത്തിലുണ്ടാവും. അല്ലാഹു തആല അവർ ഓർമ്മിപ്പിച്ചത് എന്താണ്? വിശപ്പ് മാറി എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ വിശപ്പ് മാറി എന്ന് പറയുന്നത് തന്നെ വലിയൊരു നിഅമത്താണ്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? വിശക്കണം. നമ്മളാരും വിശന്നിട്ടേ ഉണ്ടാവില്ല ജീവിതത്തിൽ. നമ്മൾ ഇഖ്തിയാരിയായിട്ടുള്ള വിശപ്പുണ്ട്, നമ്മൾ തന്നെ തീരുമാനിച്ച് വിശക്കുന്നത്. തടി ഉറക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ വേണ്ടിയോ, അതൊക്കെ നമ്മൾ സ്വയം തീരുമാനിച്ചിട്ട് ചെയ്യുന്നതാണ്.
അതല്ലാതെ നിർബന്ധിതനായി വിശന്ന ആരെങ്കിലും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അപൂർവമായിരിക്കും. അതനുഭവിച്ച ആളുകൾക്കാണ് ഇത് മനസ്സിലാവുക. അപ്പോൾ ഭക്ഷണം കിട്ടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. അതിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. ആ നിഅമത്തില്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടാത്ത ആളുകൾ, പട്ടിണിക്കാരായ ആളുകൾ ലോകത്തുണ്ട്. വാമൻഹും മിൻ ഖൗഫ്, അതുപോലെ അമ്ന് എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ്. അതും ഈ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടാലേ അറിയുള്ളൂ. വിശ്വാസം പറഞ്ഞെന്താണ്? മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി വഇൻദഹു ഖൂതു യൗമിഹി മുആഫൻ ഫീ ജസദിഹി. ആരാണോ നേരം വെളുക്കുമ്പോൾ അമ്മിനോടുകൂടി എഴുന്നേൽക്കുന്നത്, ആരും തന്നെ വന്ന് കൊല്ലാനൊന്നുമില്ല എന്നുള്ളൊരവസ്ഥയിൽ, ജീവൻ സുരക്ഷിതമാണ് എന്ന ആ സുരക്ഷിതത്വത്തോടു കൂടി ഉറക്കം ഉണരുന്നത്, മുആഫൻ ഫീ ജസദിഹി, ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുന്നു, വഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തേക്കുള്ള ഭക്ഷണമുണ്ട്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ അള്ളാഹനെ സ്തുതിച്ചോളട്ടെ എന്നോ അല്ലെങ്കിൽ അത് ഖൈറാണെന്നോ എന്നല്ല പറഞ്ഞത്. ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹ, ദുനിയാവ് മുഴുവൻ ചുരുട്ടി കൂട്ടി അവൻ്റെ കയ്യിൽ കൊടുത്തതുപോലെയാണ്. കാരണം ഇതാണ് ഏറ്റവും വലിയ കാര്യം. ബാക്കിയുള്ളതൊക്കെ വലിയ വ്യത്യാസമില്ല. ദുനിയാവിലെ ഏറ്റവും വലിയ പണക്കാരനും ഈ 3 കാര്യങ്ങളുള്ളവനും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതെപ്പോഴാണ് മനസ്സിലാവുക? ഇത് നഷ്ടപ്പെട്ടവനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിപ്പോൾ അമ്നില്ലാത്ത ഒരാളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, നമ്മളും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനും തമ്മിലുള്ള വ്യത്യാസം, ഇത് ചെറുതാണ്, ഇതൊന്നുമല്ല മറ്റേ ആളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ. അതാണ് ഈ ഹദീസിൻ്റെ ആശയം. അതുകൊണ്ട് അതിന് നന്ദി കാണിക്കുക. നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ്? ഇബാദത്ത് അള്ളാഹുവിന് ചെയ്തുകൊണ്ട്. ഇബാദത്ത് അള്ളാഹ്ക്ക് ചെയ്യണമെങ്കിൽ അതിൽ തൗഹീദ് വേണം. തൗഹീദ് ഇല്ലാത്ത ഇബാദത്തല്ല. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കാഫിറൂനിൽ കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ ഇതാണ് സൂറത്തു ഖുറൈശിൻ്റെ ആശയം. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അതിന് തിരിച്ച് നന്ദി കാണിക്കണമെന്ന കാര്യം പ്രത്യേകിച്ച് ഖുറൈശികളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. കാരണം അവർ ഇതിൽ അനുഭവിച്ചവരാണ്, അറിയാവുന്നവരാണ്. അടുത്തത് സൂറത്തുൽ മാഊൻ. ഇതും കുഫാറുകളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് അവരുടെ സ്വഭാവങ്ങൾ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, വിചാരണയെ നിഷേധിക്കുന്ന ആളുകളെ നീ കണ്ടോ? ഇവിടെയും റുയത്തുൻ ഇൽമിയാണ്, രണ്ടും പെടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളെ കാണുന്നുണ്ട്. അവരെ നീ കണ്ടില്ലേ? എങ്ങനെയുള്ള ആളുകളാണ്? അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അമൽ എന്നുള്ള അർത്ഥമുണ്ട്. ഇപ്പോൾ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറേ അമലുകളാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? വിചാരണയുടെ ദിവസമാണ്. അപ്പോൾ വിചാരണ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ വിചാരണയെ നിഷേധിക്കുന്നവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരലോകം നിഷേധിക്കുന്ന ആളുകളെ നീ കണ്ടുപോകും. നീ പരലോകം നിഷേധിക്കുന്നവരുടെ സ്വഭാവങ്ങൾ പറയണം. അവർക്ക് വളരെ വ്യാപകമായി കണ്ടുവരുന്ന, അവരുടെ ഇടയിൽ വ്യാപകമായി കാണുന്ന സ്വഭാവങ്ങളാണ്. ഫദാലിക്കല്ലദീ യദുഉൽ യതീം, യതീമിനെ ആട്ടിയകറ്റും. ദ എന്ന് പറഞ്ഞാൽ ഒരാളെ അപമാനിച്ചുകൊണ്ട് മടക്കി വിടുന്നതിനാണ്. ഒരാളൊരു സഹായം ചോദിക്കുമ്പോൾ അത് നിരസിക്കുന്നതോടൊപ്പം അയാൾ അപമാനിക്കുകകൂടി ചെയ്യുക. അതിനാണ് ദ എന്ന് പറയാം. യദുഉൽ യതീം, യതീമിനെ അവർ ആട്ടിവിടും. നമ്മൾ മുമ്പ് വിശദീകരിച്ചാണ് യതീമിൻ്റെ ഹക്ക്. യതീം എന്ന് പറയുന്നത് ഇസ്ലാമിൽ സ്ഥാനമുള്ള ആളാണ്. ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് യതീമിൻ്റെ ഹക്ക്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്നി ഉഹർരിജു ഹഖ്ഖ ദഈഫൈൻ അൽ യതീമി വൽ മർഅ, ഞാൻ 2 പേരുടെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച തരികയില്ല 2 കാര്യങ്ങളിൽ. നിങ്ങളോട് ഞാൻ എന്താ പറയുക, അടിവരയിട്ട് പറയുകയാണ് എന്ന് പറയില്ലേ, അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇളവില്ല, എക്സ്ക്യൂസ് ഇല്ല. അവസാന കാലത്ത് പറഞ്ഞതാണ് മരണമെടുത്ത സന്ദർഭത്തിൽ. ആരൊക്കെയാണ്? ഇന്നി ഉഹർരിജു അലൈക്കും ഹഖ്ഖ ദഈഫൈൻ അൽ യതീമി വൽ മർഅ, യതീമും സ്ത്രീകളും. അപ്പോൾ ദുർബലരായ ആളുകളോട് അനുതാപം കാണിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളത് അതാണ് ഒരു മുഅ്മിൻ്റെ സ്വഭാവം. എന്നാൽ കാഫിർ എന്ത് ചെയ്യും? യദുഉൽ യതീം, യതീമിനെ ആട്ടിവിടും. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവർ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയില്ല. ഹല്ല് എന്ന് പറഞ്ഞാൽ ഒരാളോട് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഉപദേശിക്കുകയും അത് ഇൽഹാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ യാചിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരാളോട് കൈയും കാലും പിടിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ പോലെ പറയാം. ഒരു മിസ്കീനുണ്ട്, അയാളെ സഹായിക്കുക. അപ്പോൾ അതിലൊരു കുറച്ചിലുമില്ല. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സുഹൃത്തിനോടോ മറ്റൊരാളോടോ കുറച്ച് താഴ്മയായിട്ട് പറയുന്നതിൽ അതൊരു കുഴപ്പമില്ല. കാരണം അള്ളാഹ് ഉപയോഗിച്ച വാക്കന്നെ യഹുല്ലു എന്നാണ്. വളരെ താഴ്മയോടുകൂടി ആവശ്യപ്പെടുക, അതിൽ യാതൊരു തെറ്റുമില്ല. സ്വന്തം കാര്യത്തിന് ചോദിക്കാൻ പാടില്ല. ലാ യഹല്ലുൽ മസ്അല ഇല്ലാ ലി സലാസ, 3 പേർക്കല്ലാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം ചോദിക്കാൻ പാടില്ല. അത് വൻപാപമാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കഴിവുണ്ടായിരിക്കും, നിർബന്ധിത അവസ്ഥയിലല്ലാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൈ നീട്ടുക എന്നുള്ളത് കബീറത്താണ്, വൻപാപമാണ്. അങ്ങനെ ചോദിക്കുന്നവർ പരലോകത്ത് മുഖത്ത് മാംസമില്ലാതെയാണ് വരിക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് പാടില്ല. പക്ഷേ ചില ആൾക്കാർ ഇത് രണ്ടും മിക്സാക്കും. മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൻ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. ഫവൈലുൻ ലിൽ മുസല്ലീൻ,
അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തിൽ അല്ലെങ്കിൽ നമസ്കാരത്തെക്കുറിച്ച് സഹവിലാണ്, അശ്രദ്ധയിലാണ്. അപ്പോൾ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധയിലായിട്ടുള്ള നമസ്കാരക്കാർ, നമസ്കരിക്കുന്നവനാണ് പക്ഷേ നമസ്കാരത്തെക്കുറിച്ച് സഹവാണ്, ശ്രദ്ധയാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ടഭിപ്രായം തഫ്സീറുകൾ കാണാം. ഒന്ന്, നമസ്കാരം സമയം തെറ്റിച്ച് നമസ്കരിക്കും, ളുഹർ അസറിൻ്റെ സമയത്ത് നമസ്കരിക്കും, അല്ലെങ്കിൽ മഗ്രിബിൻ്റെ സമയത്ത് നമസ്കരിക്കും. കാരണം ളുഹർ അസറും ജമ്മിയാലോ അല്ലേ, ളുഹറും അസറും മഗ്രിബിൻ്റെ സമയത്ത് നമസ്കരിച്ചാലോ, അതാണ് ഒരഭിപ്രായം. കാരണം ആ നമസ്കാരം ബാത്തിലാണ്. മറ്റൊരഭിപ്രായം, നമസ്കരിക്കും പക്ഷേ നമസ്കാരത്തിൽ തുമനീനത്തുണ്ടാവില്ല, അടക്കം ഒതുക്കം ഉണ്ടാവില്ല. തുമനീനത്ത് നമസ്കാരത്തിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമസ്കാരം സ്വഹീഹാവില്ല. അപ്പോൾ നമസ്കാരം സ്വഹീഹാവാത്ത വിധത്തിലുള്ള അവഗണന കാണിക്കും, അശ്രദ്ധ കാണിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരഭിപ്രായം. മറ്റൊരഭിപ്രായം, അല്ല, ഇതന്നെ രണ്ടഭിപ്രായം. ഒന്ന്, നമസ്കാരം സമയം തെറ്റിക്കും. രണ്ടാമത്തേത്, സ്വഹീഹാവാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ആ നമസ്കാരത്തിൽ ചെയ്യും. സമയത്തായിരിക്കും നമസ്കരിക്കുന്നത് പക്ഷെ തുമനീനത്തില്ല. അപ്പം ഇങ്ങനെ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് ഇത് രണ്ടും ശരിയാണ്. സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ളത് സമയം തെറ്റിക്കുന്നതാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവരുടെ സഹ്വ് എന്ന് പറഞ്ഞാൽ അസ്സഹു അൻഹ തളീഉ വഖ്തിഹ ഹത്താ യഫൂത്ത്, സമയം കഴിയുന്നത് വരെ കാത്തിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ആയത്ത് എന്താണ്, അത് മാത്രമല്ല ഉൾക്കൊള്ളുന്നത്, വിശാലമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമ്മൾ പറഞ്ഞു രണ്ടും ഉൾപ്പെടും. ഇനി ഇബ്നു കസീർ കുറച്ചുകൂടി വിശാലാക്കിയിട്ട് പറയുന്നത്, നമസ്കാരത്തിൽ ഖുശൂ ഇല്ലാതെ നമസ്കരിക്കുന്നതൊക്കെ ഇതിൽപ്പെടും. പക്ഷേ അവർക്ക് അവരുടെ കുറവ് മറ്റുള്ളവരെ പോലെയല്ല, നമസ്കാരം ഒഴിവാക്കിയ ആളെ പോലെയല്ല ഖുശൂ ഇല്ലാത്തവരാണ്. ഖുശൂ ഇല്ലാത്ത ആൾക്ക് ശിക്ഷയില്ല, പക്ഷേ നമസ്കാരം അവരെ നാഖിസാണ്, അതിൻ്റെ പ്രതിഫലം കുറവാണെന്ന് മാത്രം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ്. അതാ ഇബ്നു ദീനാർ എന്ന് പറയുന്ന താബിഈ അദ്ദേഹം പറഞ്ഞ്, അൽഹംദുലില്ലാ അല്ലദീ ലം യഖുൽ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തിൽ സഹവ് എന്ന് പറഞ്ഞിട്ടില്ല. അതിന് അള്ളാഹുവിന് സ്തുതി. കാരണം നമുക്കെല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഖുശൂ നഷ്ടപ്പെടുന്നത്, നമസ്കാരത്തിൽ ചെറിയ മറവി, അശ്രദ്ധ, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അൻ സ്വലാത്തിഹിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമസ്കാരം തന്നെ അശ്രദ്ധ കാരണം ഒഴിവാക്കുകയാണ്. അതാണ് അൻ എന്നും ഫീ എന്നും പറഞ്ഞാൽ വ്യത്യാസം. അല്ലദീനഹും യുറാഊൻ, അതുപോലെ അവർ റിയാഇൻ്റെ ആളുകളാണ്. എന്താണ് റിയാഇൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. മുനാഫിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. മുനാഫിക്കുകൾ നമസ്കരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, മടിയന്മാരായിട്ടായിരിക്കും അവർ നമസ്കരിക്കുക. യുറാഊൻ അന്നാസ്, ആളെ കാണിക്കാൻ വേണ്ടി. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമേ ഓർക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നമസ്കാരം ശരിയാക്കണം, മുനാഫിക്കുകളെ പോലെ ആവരുത്. ഇതിൻ്റെ നേരെ വിപരീതമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സൂറത്ത് മുശ്രിക്കുകളുടെയും മുനാഫിക്കുകളുടെയൊക്കെ സ്വഭാവമാണ് പറയുന്നത്. ഇതൊക്കെ നമ്മോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളെന്തിനാണ് പറയുന്നതല്ല, നമ്മൾ ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി, ഇതിൻ്റെ നേരെ വിപരീതമാകാൻ വേണ്ടി. അപ്പോൾ നല്ല ഉത്സാഹത്തിൽ നമസ്കരിക്കുക. മുനാഫിക്കുകൾ മടിയന്മാരായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വിപരീതമാവുക. നമസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം, അതുപോലെ തന്നെ നേരത്തെ പള്ളിയിലേക്ക് പോവുക, കൂടുതൽ നമസ്കരിക്കുക, ഇതൊക്കെ നമസ്കാരത്തിൽ താല്പര്യമുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണ്. അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ, അതുപോലെ അവർ പരസഹായം, മാഊൻ എന്നാണ് ഔൻ എന്നുള്ളത് ഉണ്ടായതാണ്. ഔൻ എന്ന് പറഞ്ഞാൽ എന്താ? സഹായം, ഇസ്തിആന എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. മാഊൻ എന്ന് പറഞ്ഞാൽ പരോപകാര വസ്തുക്കൾ, മറ്റുള്ളവർക്ക് സഹായമാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അത് തടയുന്നവരായിരിക്കും. കാരണം പരലോകത്തിൽ വിശ്വാസമില്ല, മറ്റൊരാളെ സഹായിച്ചിട്ട് എനിക്കെന്താണ് കിട്ടുന്നത്? ഈ പരോപകാര വസ്തുക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. യംനഊന സകാത്ത വൽ ഫഅസ യംനഊന സകാത്ത വൽ ഫഅസ വൽ ഖിദ്ർ. ഫഅസ് എന്ന് പറഞ്ഞാൽ മഴു, ഒന്നാമത് സക്കാത്ത് തടയും. ഫഅസ് മഴു, ഖിദ്ർ എന്ന് പറഞ്ഞാൽ ചട്ടി, കലം, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ആൾക്കാർ സഹായം ആയിട്ട് കൊടുക്കുന്ന, പണ്ട് കാലത്ത് കൊടുത്തിരുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ചട്ടിയും കലമൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പണ്ട് അതൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെ പരസ്പരം കൊടുത്ത് സഹായിക്കുക. ആരിയത്ത് എന്ന് പറയും. ഇത് ആരിയത്ത് എന്ന് പറഞ്ഞാൽ, ആരിയത്ത് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സാധനം കൊടുക്കുക, പിന്നെ തിരിച്ചു വാങ്ങും, അതാണ് ആരിയത്ത്. അപ്പോൾ ആരിയത്തായിട്ട് ചോദിച്ചാൽ കൊടുക്കുക. കാരണം എന്താ, നമുക്കൊരു നഷ്ടമില്ല. ഒരാളത് ഉപയോഗിക്കുന്നു, തിരിച്ചു തരുന്നു, സാധിക്കുമെങ്കിൽ നമുക്ക് അത്യാവശ്യമില്ലാത്ത വസ്തുക്കളാണെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരാൾക്കൊരു സാധനം കൊടുത്താൽ, ആരിയത്തായിട്ട് കൊടുത്താൽ, അത് നശിച്ചു പോയാലോ, അയാളെ കഴിയുന്നത് കേടുവന്നാലോ എന്താ വിധി? ആരാ പരിഹരിക്കേണ്ടത്? അയാളത് വാങ്ങിത്തരണോ? വാങ്ങിത്തരേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു സാധനം ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങി, എൻ്റെ അടുത്ത് നിന്ന് അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഉത്തരവാദിത്തമില്ല. പക്ഷേ നമ്മളെ ഉപയോഗിച്ചുകൊണ്ടാവരുത്.
ഒരു എന്തെങ്കിലും ഒരു സാധനം വാങ്ങി, വണ്ടി വാങ്ങി 2 ദിവസം ഉപയോഗിക്കാൻ, എന്നിട്ട് ഉറങ്ങി വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് അത് എവിടെയും കൊണ്ട് ഇടിച്ച് അല്ലെങ്കിൽ ഓടിക്കാൻ അറിയാത്ത ആളാണ് നശിപ്പിച്ചാൽ അത് നഷ്ടപരിഹാരം കൊടുക്കണം. അതേക്കുറിച്ച് അറിയാതെ എന്തെങ്കിലും സംഭവിച്ചാലോ, സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് ആൾക്കാർ. വണ്ടിയൊക്കെ കൊടുക്കും, ഇടി കഴിഞ്ഞാൽ പിന്നെ ഒരു തമ്മിൽ ഇടിയാവും, കൊടുത്തവനും വാങ്ങിയവനും തമ്മിൽ. അത് ഇല്ല, വണ്ടിയുടെ ഉടമയാണ് സഹിക്കേണ്ടത്. വീഴ്ചയില്ലാതെ സംഭവിച്ചാണെങ്കിൽ വേറെ ആൾ വന്നിട്ട് പിന്നെ അടിച്ചു. ഇപ്പോൾ പിന്നെ പരിഹാരങ്ങളൊക്കെ വേറെ പരിഹാരങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ എന്തെങ്കിലും വസ്തുക്കൾ അങ്ങനെ കൊടുത്തിട്ട് അത് വാങ്ങിയവൻ്റെ ആര്യത്ത് വാങ്ങിയവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, നശിച്ചാൽ അവൻ്റെ വീഴ്ച കൊണ്ടല്ലെങ്കിൽ അവന് ഉത്തരവാദിത്തമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പരോപകാര വസ്തു, ഇതിപ്പോൾ പരോപകാരം തടയുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ മസല. പരോപകാരം ചെയ്യാൻ തടസ്സമാകുന്നൊരു കാര്യമാണ്. പക്ഷേ തടസ്സമാകാൻ പാടില്ല. നമുക്ക് അത്യാവശ്യമില്ലാത്ത വസ്തുക്കളാണെങ്കിൽ സഹായിക്കണം, മറ്റുള്ളവർക്ക് ഉപകാരം ആവുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് മുശ്രിക്കുകൾ ചെയ്യുന്നത്? ഈ പറഞ്ഞ ദുർഗുണങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാനുള്ള കാരണം യുക്കദ്ദിബു ബിദ്ദീൻ, അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്തിനാ? അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതില്ലാത്തവരായതുകൊണ്ട് അവരിതൊന്നും ചെയ്യുകയില്ല. ഇതാണ് സൂറത്തുൽ മാഊൻ്റെ തഫ്സീർ. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാം. എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഈ സൂറത്തുകളിലുള്ള സ്വന്തമായിട്ട് ചെയ്താൽ പോരാ, പ്രോത്സാഹിപ്പിക്കുക കൂടി വേണം. അതൊരു നല്ലൊരു മസലയാണ്. അതായത് ഇവിടെ വല യഹുദ്ദു അല ത്വാമിൽ മിസ്കീൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആളുകളൊക്കെ സഹായിക്കുന്ന ഒരാളാണ്, പക്ഷെ മറ്റുള്ളവരോടൊന്നും നമ്മൾ പറയാറില്ല. അങ്ങനെ ആയാലും നമ്മൾ കുറ്റക്കാരാണ് എന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിലിരിക്കുന്ന പല ആൾക്കാരും ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളോട് ഒരു മിസ്കീനെ സഹായിക്കാൻ വേണ്ടി ഉപദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ സ്വയം സഹായിക്കുന്നവരായിരിക്കും. നമ്മളൊരു മിസ്കീനെ കണ്ടാൽ സഹായിക്കും, പക്ഷേ ഇതാ ഒരു മിസ്കീനുണ്ട്, നീ സഹായിക്ക് എന്ന് ജീവിതത്തിൽ ഇതുവരെ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറ്റക്കാരാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇവരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറയാത്തത് പല കാരണം കൊണ്ടാണ്. ഒന്ന്, എനിക്ക് പകരം വേറെ ആൾ ചെയ്യുന്നുണ്ട്, ചാരിറ്റിക്ക് പിന്നെ പല ടീമുകളും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ആ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതുകൊണ്ടാവാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ആൾക്കാർ കേൾക്കൂല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ളൊരു പിന്നെ അമാനത്ത് അതിൽ പേടിയുള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ലജ്ജ കൊണ്ടായിരിക്കാം. അത് നല്ല ലജ്ജയല്ല, പക്ഷേ ഇങ്ങനെയുള്ള കാരണങ്ങളായിരിക്കാം. പക്ഷേ ഇവരുടെ കാരണം എന്താണ്? പരലോകത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ ഉപദേശിക്കാത്തത്. അപ്പോൾ നമ്മൾ കുറ്റക്കാരല്ല, പക്ഷെ ചെയ്താൽ നല്ലതാണ്. ഇല്ലല്ല, നമസ്കാരം ഖുശൂ ഇല്ല എന്ന് 2-3 മസലകളുണ്ട്. ഒന്ന്, ഖുശൂഇൻ്റെ ഹുക്കം എന്താണ്? ഖുശൂ മുസ്തഹബാണെന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. ഖുശൂ വാജിബല്ല, മുസ്തഹബാണ്. ഖുശൂ കൂടുന്നതനുസരിച്ച് പ്രതിഫലം കൂടും. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, 2 പേര് നമസ്കരിക്കും, അല്ലെങ്കിൽ ഒരാൾ നമസ്കരിക്കും, ആ നമസ്കാരത്തിൽ അയാൾക്ക് 10-1 പ്രതിഫലം, മറ്റൊരാൾക്ക് 9-1, 8-1, അങ്ങനെ പകുതി വരെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുശൂവിനനുസരിച്ച് നമസ്കാരത്തിൻ്റെ പ്രതിഫലം കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വാജിബല്ല. കാരണം നമസ്കാരത്തിൽ വാജിബായൊരു കാര്യം ഉപേക്ഷിച്ചാൽ പിന്നെ 10-1 8-1 പൂജ്യമാണ്, ഒന്നുമില്ല. ഒരാൾ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ നമസ്കാരം 9-1 കിട്ടോ 10-1 കിട്ടോ? ഒന്നും കിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം എന്ത്? ഇത് വാജിബല്ല, മുസ്തഹബാണ്. ഇജ്മാ ഉണ്ട് ഉലമാക്കളുടെ, മുസ്തഹബാണ്. അപ്പോൾ മുസ്തഹബായ ഒരു കാര്യം ഒഴിവാക്കിയതിൻ്റെ പേര് നമസ്കാരം മടക്കി നിസ്കരിക്കാൻ പാടില്ല ഒരിക്കലും. രണ്ടാമത്തേത്, ഇജ്മാ ഉള്ള മറ്റൊരു കാര്യമാണ്, ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്, ഒരാൾക്ക് നമസ്കാരത്തിൽ അവൻ എത്രമാത്രം ഹൃദയ സാന്നിധ്യമുണ്ടോ അതിനനുസരിച്ചുള്ള പ്രതിഫലം മാത്രമേ ഉള്ളൂ. ലൈസ ലിർറജുലി മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹ, അവൻ്റെ മനസ്സ് കൊടുത്ത് എത്ര അവൻ നിസ്കരിച്ചിട്ടുണ്ടോ അത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കാരം മുഴുവനും അശ്രദ്ധനായിട്ടാണ് നിസ്കരിച്ചതെങ്കിൽ കൂലി വളരെ പരിമിതമായിരിക്കും, പക്ഷെ കുറ്റമില്ല എന്ന് മാത്രം. പ്രതിഫലം എന്നുള്ളത് നിസ്കാരത്തിൽ നമ്മൾ ബുദ്ധി കൊടുക്കുന്നതനുസരിച്ചാണ്, ചിന്തിക്കുന്നതനുസരിച്ചാണ് പ്രതിഫലം കിട്ടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ്. ഒന്ന്, ചിന്തിക്കുന്നത് വളരെ പ്രധാനമാണ്, അതിനനുസരിച്ചാണ് പ്രതിഫലം. രണ്ടാമത്തേത് അത് മുസ്തഹബാണ്. മൂന്നാമത്തേത് ആവർത്തിക്കാൻ പാടില്ല. ഈ കാരണം കൊണ്ട്, ഇത് മുസ്തഹബ് ആയതുകൊണ്ട് തന്നെ ആവർത്തിക്കാൻ പാടില്ല. ചില ആൾക്കാർക്ക് അത് വസ്വാസായി മാറും, നിസ്കരിച്ചുകൊണ്ടേയിരിക്കും. ഒരു വക്ത് നിസ്കരിച്ച് അടുത്ത വക്ത് വരെ നമസ്കരിക്കും. അത് തെറ്റാണ്. അല്ലാഹു അലം. അപ്പോൾ
നിർത്താൻ ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.